വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. വിശേഷിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്ന ആ വാക്യത്തിൽ നിന്നാണ് നമ്മൾ പലതും സംസാരിക്കാൻ ഇടയായി തീർന്നത്. അതിന്റെ 29-ാം വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുകയും സ്തോത്രം അതിന്റെ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനും പരിശുദ്ധ പിതാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത കൃപകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് പകൽ നേരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചില വാക്യങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയാകാം. നമ്മൾ വായിച്ചു, നമ്മൾ അറിഞ്ഞു. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ എപ്പോഴാണ്? അനാദി നിത്യതയില്, അല്ലെ? പിതാവിന്റെ തിരുഹൃദയത്തിൽ നമ്മളെ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ നാം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും പുത്രനാകുന്ന കർത്താവ്, ദൈവപുത്രനാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്ന് സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായ മരണശിക്ഷ ഏൽക്കണം. അങ്ങനെ തന്നെ മടിയിലിരുന്ന ദൈവപുത്രൻ ജഡം എടുത്ത്, അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി തീർന്ന് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട് പുത്രനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യജീവനും ഉയർപ്പും നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. പാപമോചനം നമുക്ക് ലഭിച്ചു, അല്ലേ? പാപമോചനം ലഭിച്ചതിന്റെ പ്രധാന കാരണം പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ മുഴു ലോകത്തിന്റെയും പാപത്തെ പിതാവായ ദൈവം പുത്രന്റെ മേൽ ചുമത്തി. പുത്രൻ അയക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പിതാവിന്റെ ഇഷ്ടം മാനവരാശിയുടെ പാപത്തിന്റെ അകൃത്യം തന്റെ ശരീരം കൊണ്ട് അതിന് പൂർത്തീകരണം വരുത്തണം, അതിന്റെ പരിഹാരം വരുത്തണം. ഇതാണ് പിതാവിന്റെ ഇഷ്ടം. ആ ഇഷ്ടം അറിഞ്ഞാണ് പുത്രനാകുന്ന യേശു കർത്താവ് ക്രൂശിലേക്ക് നടന്നു നീങ്ങിയത്. അത് നമുക്ക് മാതൃകയായി തീർന്നു. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു എല്ലാ മേഖലകളിലും പുത്രനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ പിതാവിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഓരോ വ്യക്തികളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവപുത്രൻ ലോകത്തിൽ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ കാൽവറിയിൽ പരമയാഗമായി തീർന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി നിത്യമായ ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആത്മാവാകുന്ന ദൈവം ജഡമെടുത്ത് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് മനുഷ്യരാകുന്ന നാം ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും, പുത്രനാകുന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെയും അവർ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം ലഭിച്ചു. അങ്ങനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം ലഭിച്ചവർ കരങ്ങൾ തീർത്തുന്ന ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ബോധ്യം ഉണ്ടായിരിക്കണം. നാം സ്നാനമേറ്റപ്പോൾ നാം യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പഴയ പാപ മനുഷ്യനെ അവനോടുകൂടെ അടക്കി. അതാണ് വെള്ളത്തിൽ മുങ്ങുമ്പോൾ സംഭവിച്ചത്. എന്നാൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശു ക്രിസ്തു 3-ാം നാൾ മരണവാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന് തുല്യമായിട്ടാണ് നാം വെള്ളത്തിൽ നിന്ന് കയറിയത്. അതിന് തെളിവ് നമ്മുടെ ആത്മാവ് വീണ്ടെടുപ്പ് സാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് ആത്മീക വിഷയം നമുക്ക് കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളത്തിൽ കൊതിയൂറുന്നതിന് കാരണം, നമ്മുടെ ഉള്ളിൽ സ്വന്തം ആത്മദാഹം വരുന്നതിന് കാരണം നാം വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. ആളെ വീണ്ടും ജനിക്കാത്ത ആരും വചനം കേൾക്കുന്നില്ല, അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ആത്മീയ കർത്താവിന് വേണ്ടി നിൽക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം നമ്മളത് നിൽക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണിത്? കർത്താവ് ആരെന്ന് അറിയുവാൻ നമ്മുടെ അവസാന ശ്വാസം വരെയും നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാപം നമ്മളിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളിലെ പാപപ്രകൃതി, പാപ ശരീരം നിലനിൽപ്പുണ്ട്. ഈ ശരീരം നമ്മൾ വിടുന്നത് വരെയും നമ്മളിൽ പാപ ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പാപ സ്വഭാവത്തെ ജയിക്കുകയാണ്. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ പാപത്തിന്റെ ശക്തികളെ ജയിക്കുകയാണ്. അങ്ങനെ ജയിക്കാൻ കഴിവുള്ളവർ ദൈവമക്കളെ ഉള്ളൂ. വേറെ ആർക്കും പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം. പാപ സ്വഭാവത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
കാര്യം നീതിയുടെ വഴി ദൈവപുത്രനാകുന്ന ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം നിത്യജീവൻ വരുവാൻ തക്കവണ്ണമാണ് പുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിച്ചത്. തന്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവ് നമ്മെ സ്നേഹിച്ചത് പ്രിയപുത്രനെ തന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. സ്വർഗത്തിലെ പിതാവ് നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഹല്ലേലൂയ. നല്ലൊരു ജോലി കിട്ടിയത് അറിയാവോ? ഇല്ല. നല്ലൊരു ബന്ധം കിട്ടിയാൽ നടക്കോ? ഇല്ല. കൈ നിറച്ച് കാശ് കിട്ടിയാൽ അറിയോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാൻ കഴിയും? സ്തോത്രം. മനസ്സിലാക്കണം, ലോകത്തിൽ ലഭിക്കുന്ന എന്തെങ്കിലും നമ്മുടെ കൈ കിട്ടിയെന്ന് വെച്ച് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചത് ദൈവം തന്നെ മടിയിലിരുന്ന ഏകജാതനെ നമുക്ക് വേണ്ടി നൽകിയപ്പോഴാണ് പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, പാപത്തിലിരുന്ന നമ്മെ പാപത്തിന്റെ വഴികളിൽ നിന്ന് രക്ഷിച്ചെടുത്ത് ദൈവരൂപത്തിലാക്കേണ്ടതിന് നീതി മാർഗങ്ങളെ നമുക്ക് വെളിപ്പെടുത്തിയവനാണ് പുത്രനാകുന്ന യേശു കർത്താവ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളായി തികഞ്ഞവനായി തീരണം. അപ്പോൾ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളായി തികയുമ്പോൾ രക്ഷാനായകനാകുന്ന ക്രിസ്തു വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് മുമ്പേ ദൈവപുത്രൻ വെളിച്ചത്തിലേക്ക് തേജസ്സിലേക്ക് നടന്നു. ആ തേജസ്സിന് അനുഗമിക്കുവാൻ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ്. കൃപകളിൽ നമ്മൾ ബലപ്പെടുകയും കൃപയിൽ നമ്മൾ വളരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആത്മീക വിഷയങ്ങളിൽ നമ്മൾ സമ്പന്നരായി തീരുന്നത്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പുറമേയുള്ള ഒന്നിലും കാര്യമില്ല. ഈ ഭൂമിയിലുള്ള ഒരു കാര്യങ്ങളിലും ഒരു കാര്യമില്ല. ഇതൊക്കെ ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. വലിയൊരു വീട് കിട്ടി, ഒരു കാര്യമില്ല. അത് ഒരു 10 വർഷം കഴിയുമ്പോൾ അതിന്റെ ബോഡി പോകും. മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്താ ഭാർഗവി നിലയം പോലെ കിടക്കും, അല്ലേ? ഹല്ലേലൂയ. ഒരു വണ്ടി കിട്ടി, അല്ല വേണ്ട വില കൂടി ഏതെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലക്ഷറി കാർ കിട്ടി, എത്ര നാൾ ഉപയോഗിക്കും? അത് മേടിച്ചതുപോലെ എല്ലാ നാളും ഇരിക്കുവോ? ഇല്ല. അപ്പോൾ അതാണോ അതിന്റെയൊക്കെ മാനദണ്ഡം? അല്ല, ഇതൊക്കെ നശിച്ചു പോകും. നമ്മുടെ ശരീരത്തെ തന്നെ നോക്ക്. ഹല്ലേലൂയ. ഇത് പ്രായമായി വരുന്നു, രോഗം കയറുന്നു, ക്ഷീണം വരുന്നു. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ കൊണ്ടുപോകുന്നേ, അല്ലേ? രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലൊരു ഗുളിക, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചൊരു ഗുളിക, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പൊരു ഗുളിക, പിൻപൊരു ഗുളിക. ഇങ്ങനെ എത്രയൊക്കെ ഗുളികയും മരുന്ന് തിന്നോണ്ട ഈ ശരീരം നിലനിർത്തുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ശരീരത്തിന് വേണ്ടി കരുതുന്നതിൽ ഒരർത്ഥവും ഇല്ല. കരങ്ങൾ ദൈവത്തൊന്ന് ബോധപ്പെടുത്തിയാട്ടെ. അപ്പോൾ ഈ ശരീരത്തിന് വേണ്ടി കരുതണ്ട, ഈ ശരീരത്തിന് വേണ്ടി നിലനിൽക്കണ്ട, ഈ ലോകത്തിൽ നിലനിൽക്കുന്നതൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമ്പത്ത് കാണിക്കാൻ, ഈ ലോകത്തിൽ പ്രൗഢി കാണിക്കുവാൻ, ഈ ലോകത്തിൽ സ്വത്രം താൻ എല്ലാത്തിനും ഉടമയാണെന്ന് കാണിക്കുന്നവൻ മനസ്സിലാക്കണം, ദൈവ സന്നിധിയിൽ അവൻ നഗ്നനാണ്, ദൈവ സന്നിധിയിൽ അവൻ കുരുടനാണ്, ദൈവ സന്നിധിയിൽ അവൻ മുടന്തനാണ്, ഉളുത്തു വന്നവനാണ്. അതിൽ നിന്നൊക്കെയും രക്ഷിച്ചവൻ ദൈവപുത്രനാകുന്ന യേശു കർത്താവാണ്. നമുക്ക് ഏറ്റവും ലഭിച്ച ഗിഫ്റ്റ് എന്നാ പറയാവൂ? ഏറ്റവും വലിയ സമ്മാനം ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവാണ്. കർത്താവിനെ നമുക്ക് ലോകത്തിലേക്ക് പിതാവായി ദൈവം തന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ്. നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ അനാഥരായി നമ്മളെ വിടുന്നില്ല. ഉണ്ടോ? ആളെ രക്ഷിക്കപ്പെട്ടൊരു ദൈവം എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. നമ്മൾ കഷ്ടത്തിലോ വേദനയിലോ പ്രയാസങ്ങളോ ദുഃഖങ്ങളിലോ ക്ഷീണങ്ങളിലൊക്കെ ആയിരുന്നാലും പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഒറ്റയ്ക്കല്ല. കയ്യിൽ 5 പൈസ കാണില്ല, ഒരു 10 രൂപ പേഴ്സ് കാണാത്ത അവസ്ഥ വരും, അല്ലേ? അതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ തൂക്കിച്ചാകാൻ പോകാതിരിക്കുന്നത് കാരണം എന്നാ? നമ്മൾ എന്താണ് ആത്മഹത്യ ചെയ്യാത്തേ? ആളുകൾ എന്തുകൊണ്ടാ ചെയ്യാത്തത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. നമുക്ക് വേണ്ടി വില കൊടുത്തവൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് വിലയില്ലെന്ന് തോന്നുമ്പോഴാണ് അനേകർ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? സ്വന്തം ജീവന് വിലയില്ലെന്ന് മനസ്സിലാകുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? സ്വന്തം ജീവന് വിലയില്ലെന്ന് തോന്നുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരെപ്പോഴും ഹല്ലേലൂയ ഈ ലോകത്തിൽ ചില അവസ്ഥ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അവരതുവരെ ജീവിച്ചു വന്ന സാഹചര്യം നഷ്ടമായി കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് ലോകം വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? മരിക്കും. ഒരു മടിയും കാണില്ല. അവനെ അവിടം വരെ സാത്താൻ എത്തിക്കും.
മനസ്സിലാക്കണം. അല്ല, അവനിൽ ഇരിക്കുന്ന അവൻ പാപത്തെ ജയിച്ചിട്ടില്ല, മരണത്തെ ജയിച്ചിട്ടില്ല. ജഡത്തിലെ സുഖം നഷ്ടപ്പെട്ടപ്പോ പിന്നെ അവൻ ഈ ശരീരം വെറുപ്പ് വരും. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് വായിക്കുമ്പോ എന്റെ ഉള്ളത്തിൽ പലപ്പോഴും ഇടപെട്ടൊരു വാക്യവാ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കതിന്റെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 23 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാവോ? സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം മുതൽ. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന കാര്യം ഒന്ന് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അടുത്തത്, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. അടുത്തത്, സ്വന്തം ജാതിന്ന് കിട്ടി പൊട്ടിയില്. സ്വന്തം നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊന്നും അർത്ഥമില്ലെന്ന്. രക്ഷിക്കപ്പെട്ട് പൗലോസ് വന്നപ്പോ ഈ വർഷങ്ങൾക്ക് മുമ്പ് പുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും മേടിച്ച് ക്രിസ്ത്യാനികളെ കൊന്നുപിടിക്കാൻ വന്ന പൗലോസ് അവിടെ വലിയവനായിരുന്നു, അല്ലേ? അവനെ കർത്താവ് സന്ദർശിച്ച, മകനെ ഞാൻ ഇതിനെല്ലാം തള്ളിയതാ, നീ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ട് എന്റെ വചനം നീ പ്രസംഗിച്ചോ. നീ എന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അറിയാം ഇതിന്റെ സുഖം എന്നാന്ന്. അത് അറിയിച്ചു കൊടുക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ നാമത്തെ അറിഞ്ഞു വന്നപ്പോഴാണ് യഹൂദന്മാർ ഇപ്പോ ഒരു സംഭവമല്ല. അവൻ ജനിച്ചത് റോമാ പൗരത്വം ഉള്ളവനാണ് പൗലോസ്. പക്ഷെ ഇപ്പൊ അവിടെ കിടന്ന് അടി കൊള്ളുന്നത് കണ്ടോ? അവൻ മിണ്ടുന്നില്ല, പറയുന്നുണ്ടോ? അടി കൊള്ളാൻ നേരത്ത് പഴയ ഐഡന്റിറ്റി കാർഡ് പൊക്കി കാണിക്കുന്ന പരിപാടിയൊന്നും പണ്ടില്ലായിരുന്നു. ഉണ്ടോ? ആളലിയ തല്ലാൻ വരുമ്പോ ഞങ്ങൾ ഞങ്ങളെ തൊട്ട് കഴിഞ്ഞ വിവരം അറിയിക്കട്ടോ, ഇവൻ ബ്ലാക്ക് ബെൽറ്റ് പുസ്തകം പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും അവര് പറഞ്ഞില്ല, പറഞ്ഞോ? ആളലിയ വായിച്ചേ, തുറന്ന് വായിച്ചേ. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. കേൾക്ക, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത മതി. എല്ലാ സഭകളെ കുറിച്ചുള്ള ഭാരം ഉണ്ടായിരുന്നു. അതിനെ വായിക്കാൻ വന്നേ. ഓക്കെ, ഈ എവിടെയെങ്കിലും പൗലോസ് മരിച്ചു പോയോ? എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തോ? ആക്സിഡന്റ് പറ്റി കപ്പൽ ചേരത്തിൽ അപ്പോസ്തലനായ പൗലോസ് മരണമടഞ്ഞു. അതിലെ അടുത്ത ദിവസം ഇന്നയിടത്ത് വെച്ച് ശവടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞോ? ഇല്ല. ഇത്രയും സംഭവിച്ചിട്ട് ആ മനുഷ്യൻ മരിച്ചില്ല. എന്തുകൊണ്ടാ? ഇന്നിവിടെ ഒന്ന് നിന്ന് തിരിയുമ്പോഴേ ചത്തുപോകും ഓരോരുത്തർ. അതിനാ കാരണം. ഒന്നാമത്തെ കാരണം ഞാൻ പറയാം, നീ കർത്താവിന്റെ കാര്യപദ്ധതിക്കകത്തേക്ക് പ്രവേശിച്ചാൽ ദൈവം നിന്റെ മേൽ ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവിക പദ്ധതി തീരുന്നത് വരെ ഒരു വാളും നിന്റെ പ്രാണന് നേരെ വരത്തില്ല. ആളുകൾ പൗലോസിനറിയാം, ഇതിന്റെ വീട്ടുകാര്യത്തിലല്ല ഞാൻ പോകുന്നേ, എന്റെ മക്കളുടെ കാര്യത്തിലല്ല പോകുന്നേ. ആ 2 കാശുണ്ടാക്കി അവിടെ പുരയിടം ഉണ്ടാക്കി അവിടെ നിന്ന് എന്തെങ്കിലും വെട്ടിമുറിച്ചെടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സമ്പാദിച്ചെടുക്കാൻ വേണ്ടി അല്ല പൗലോസ് പോയത്. അങ്ങനെ പോകുന്നവരൊക്കെയാണ് ചാകുന്നത്. എന്നാൽ പൗലോസ് ഈ അസാധാരണമായ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവിടെ ഒന്നും തകർന്നു പോയില്ല. ഒരു ദിവസം പോലും പൗലോസ് ഇരുന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ കള്ള സഹോദരന്മാരുടെ പോരാട്ടം മാറിപ്പോ റൈറ്റ് നൗ ഒന്നും നടന്നില്ല. നടന്നോ? പോരാട്ടം വന്ന ആ പോരാട്ടങ്ങൾ മാറിപ്പോ പൗലോസ് പ്രാർത്ഥിച്ചോ? നോ. പൗലോസ് മാറിപ്പോകാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? സ്വതന്ത്രം തന്റെ അതിന്റെ 7-ാം സ്വതന്ത്രം അതിന്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 7 മുതൽ വായിച്ച് 12-7 തൊട്ട് താഴെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം
ശൂലം തന്നിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർക്കാണ് ജീവിതത്തിൽ മാറാത്ത പ്രതിസന്ധി നിൽക്കുന്നതെന്ന് അറിയാമോ? വിളിയുള്ളവന്. ആമേൻ. മനസ്സിലാക്കാം. ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അവനാണ് ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അവൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കും, അവര് വിടുതലാകും. പല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിടുതലാകും. അവർ പലരുടെ സാമ്പത്തിക വിഷയത്തിൽ പറയും, അതൊക്കെ ഇൻസ്റ്റന്റ് വിടുതലാകും. പക്ഷെ ഇവന്റെ കൈ 10 പൈസ കാണത്തില്ല. ഇവൻ പോകുന്ന രോഗം മേടിക്കാൻ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അപ്പൊ ചോദിക്കും, അതൊക്കെ തെറ്റല്ലേ? അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ജയം എടുക്കണമെന്ന്. പൗലോസ് ഇത് അനുഭവിച്ചു. പൗലോസ് ഇത് അനുഭവിച്ചു. പൗലോസ് ദൈവമാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മളെ പോലൊരു ദൈവ സഹോദരനാണ്. നമ്മൾ അവരുമായിട്ടുള്ള വ്യത്യാസം തന്നെ ഒരു വ്യത്യാസമുള്ളത്, ദൈവകരത്തിൽ പൗലോസ് ഉപയോഗിക്കപ്പെട്ട് തന്റെ ജീവിതം തുറന്നൊരു പുസ്തകമായിട്ടിരുന്നു. നമ്മളെ കാര്യങ്ങൾ ഓരോന്ന് തുറന്ന പുസ്തകമായിട്ട് ഇറങ്ങി എത്ര പേര് ഈ അധ്യായം വായിക്കും? എത്ര പേര് വായിക്കും? ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, പൗലോസിനെ ദൈവം ഉപയോഗിച്ച് അങ്ങനെ ഒരു വ്യത്യസ്തമായ നിയോഗമായിരുന്നു, ഒരു സ്പെഷ്യൽ കോളിംഗ് ആയിരുന്നു പൗലോസിന് ലഭിച്ചത്. അതുകൊണ്ട് വെളിപ്പാടുകൾ കാണിച്ചപ്പോൾ പൗലോസിന് നിഗളം വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയാം, എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ ഈ കഷ്ടതയിൽ അങ്ങായി വല്ലാതായി കഴിയുമ്പോൾ അവസാനത്തെ സ്പോട്ടിലേക്ക് വരുമ്പോൾ, അവസാന നേരം വരുമ്പോൾ ഒരു ഉദ്ധാരണം വരുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഞാൻ അത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. എങ്ങനെ? സ്തോത്രം. അവസാന നേരം വരുമ്പോഴത്തേനും ഒരു വഴി തുറന്ന് അതിൻ്റെ അകത്തൂടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്. അതുവരെ കിടന്ന് പ്രയാസപ്പെടും. എന്നാൽ ഇത് ആർക്കാണെന്നറിയാവോ അങ്ങനെ ഒരു വഴി തുറക്കപ്പെടുന്നത്? ആർക്കാണ്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കേ ഉള്ളൂ അങ്ങനെ ഒരു വഴി, അല്ലാത്തവർക്കില്ല. ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ പൗലോസ് പല ആവർത്തി പ്രാർത്ഥിച്ചു. ഭാവം വായിച്ചൊന്നുകൂടെ വായിച്ചേ. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ജഡത്തിൽ ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അടുത്തത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, പൗലോസിന്റെ ചില സ്വഭാവം പൗലോസിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും തന്റെ പഴയ ശൗല്, രണ്ടുപേരും ഒന്നു തന്നെ എങ്കിലും ഈ ശൗലെന്ന പേര് കിടക്കുന്നപ്പോഴെല്ലാം നമ്മൾ പഴയ ഒരു ശൗലിന്റെ ഓർമ്മ വരും. രണ്ടുപേരും ഒന്നു തന്നെ, അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് ഹീബ്രു, ഒന്ന് ഗ്രീക്ക്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ശൗലിന്റെ ആ പഴയ സ്വഭാവം കയറി വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു അഹങ്കാരം കയറാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്ന സമയത്ത് 15 അധ്യായം വായിക്കുമ്പോൾ അവിടെ യെരുശലേം കൗൺസിൽ കൂടുന്നുണ്ട് ഒരു കാര്യത്തിൽ. എന്താണ്? ഇനി ഇങ്ങനെ വേണം. അതുപോലെ അവിടെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. സഭ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഫസ്റ്റ് ജെറുസലേം കൗൺസിൽ അവിടെ കാണുന്നുണ്ട്. ആ കൗൺസിൽ കൂടി അതിന്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, നമുക്ക് വീണ്ടും സഭകളിലൂടെ എല്ലാം പോയിട്ട് ഈ എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും അനുസരിക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബർന്നബാസോട് സംസാരിച്ചു. അത് പറഞ്ഞപ്പോഴത്തേനും അവിടെ കിടന്ന് ഭയങ്കര കലഹം ഉണ്ടായി. അവര് തമ്മിൽ വേർപിരിഞ്ഞു, ഉഗ്രവാദം ഉണ്ടായി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വഴക്കിന്റെ ആത്മാവ് ഇടയ്ക്കൊക്കെ ശരീരത്തിൽ കാണും. മനസ്സിലാകുന്നുണ്ടോ? ശുശ്രൂഷകരെല്ലാരും പൂർണ്ണരാന്നല്ല. ചിലരെ ശരിക്കും പരീക്ഷിച്ചാലറിയാം അവർക്ക് കോപ സ്വഭാവമുണ്ട്, ശാഠ്യ സ്വഭാവമുണ്ട്, മത്സര ബുദ്ധിയുണ്ട്, ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ദൈവകൃപയുണ്ട്, അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പൗലോസിനെ കുത്താൻ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ശൂലം അവന്റെ ശരീരത്തിലുണ്ടെന്ന് രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അത് പൗലോസ് ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുക, ഇതെന്നെ കുത്താൻ സാത്താൻ ഒരു കുന്തമായിട്ട് ഇരുന്നിട്ട് എന്റെ ആ രോഗത്തെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് വരുന്നത്. കാര്യം ആ രോഗം എന്നിൽ വരുമ്പോൾ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് എന്റെ ബുദ്ധിയിലും എന്റെ ശക്തിയിലും ആശ്രയിക്കരുത്. അപ്പോൾ പൗലോസിന് മനസ്സിലായി, ഞാൻ ചില നേരത്ത് എന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നുണ്ട്, എന്റെ അറിവിൽ ആശ്രയിക്കുന്നുണ്ട്, എന്റെ കഴിവിൽ ആശ്രയിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഞാൻ ആശ്രയിക്കുമ്പോൾ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടത്തില്ല. മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും പ്രാപ്തിയിലൊക്കെ ഇരുന്നാൽ ഒരിക്കലും പരിശുദ്ധാത്മ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ നമ്മുടെ ശക്തിയിലും ബുദ്ധിയിലും പ്രാപ്തിയിലും നമ്മൾ ചെയ്യുന്നതിനൊന്നും സ്വർഗത്തിൽ പ്രതിഫലവും ഇല്ല. ഉണ്ടോ? പ്രതിഫലമില്ല. നമ്മൾ ആത്മാവിൽ നടത്തപ്പെടണം, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടണം. ദൈവാത്മാവ് നമ്മളെ നടത്തിയെങ്കിലേ അതിന് പ്രതിഫലമുള്ളൂ. ഇവിടെ പൗലോസ് തന്റെ ശരീരത്തിൽ കല്ലേറ് കൊണ്ട് തന്റെ ഉദരത്തിൽ ഒരു മുറിവ്, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അത് സൗഖ്യമായിട്ടില്ല, വർഷങ്ങളായിട്ട് നിന്നു. അപ്പോഴെല്ലാം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വേദന അകത്ത് കിടക്കുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇത് പല ആവർത്തനം പ്രാർത്ഥിച്ചു നോക്കി. ശ്രദ്ധിക്കണേ, പൗലോസ്
പോകുമ്പോൾ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വ്യത്യസ്തങ്ങളാണെന്ന് ഓർക്കണം. ആ പൗലോസ് നമ്മുടെ ഭാഷയെ പറഞ്ഞ അവന്റെ വേദന ഉള്ളിടത്ത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് സൗഖ്യമായില്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഈ മിക്ക പേരും തുള്ളുന്നത്, സൗഖ്യത്തിന്റെ പേര് തുള്ളുന്നതൊക്കെ സൗഖ്യമല്ല. മനസ്സിലാക്കണം. മിക്ക പേരും സൗഖ്യം വരാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രകടനങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം ഇതൊന്നും ദൈവാത്മാവിലല്ല. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് അവിടെ പറഞ്ഞ ആ വാക്യം ഒന്ന് ചിന്തിച്ചേ, ഒന്ന് പറഞ്ഞു, ഒന്നും കൂടെ വായിച്ചേ. തുറന്നു വായിച്ചോ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. കണ്ടോ? എന്റെ കൃപ മനസ്സിലാക്കണം. നമ്മൾ ദൈവകൃപയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂലവും കാണും. ഇതുവരെ അനേകർ ഈ അവരവരുടെ മനസ്സിലാക്കണം, ഈ സുവിശേഷ വേലയ്ക്കൊക്കെ വരുമ്പോൾ അല്ലെ മറ്റു കാര്യങ്ങൾ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് ആത്മീയ കാര്യങ്ങൾക്ക് വരുമ്പോൾ ചിലർക്ക് നല്ല പണം കാണും. പണവും അല്ലെ നല്ലൊരു ജോലി, ഇതിന്റെ കൂടെ പ്ലസ് മിനിസ്ട്രി, ഇച്ചിരി എക്സോട്ടേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ നിന്ന് ചെയ്യുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാണ്. പേരിന്റെ കൂടെ ഡോക്ടർ കാണും. അത് ഫിസിക്കൽ MBBS ഡോക്ടർ ആയിരിക്കും. എങ്കിലും അവനൊരു 10 പേരെ ഉപദേശിക്കാൻ നോക്കും. വചനമായിട്ടൊരു ബന്ധവും കാണത്തില്ല, എങ്കിലും 10 പേരെ ഉപദേശിക്കാനായിട്ട് വരും. അപ്പൊ അതൊരു സുഖമാണ്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ഉപദേശിക്കാൻ നിൽക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ അവരൊക്കെ പൗലോസിനെ പോലെ ദൈവകാര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ദൈവകാര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുമ്പ് നമ്മൾ വായിച്ച 11ാം അധ്യായത്തിൽ പറഞ്ഞ കഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരും. പല വിധത്തിലുള്ള കള്ളന്മാര്, ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ, അപകടങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും. അതിൽ നിന്നെല്ലാം ദൈവം അവരെ വിടിവിക്കും. അല്ലേ? വിടിവിക്കും. അവിടെ ഒന്നും തകർന്നു പോകത്തില്ല. ദൈവം ഉപയോഗിക്കുന്നവൻ വഴി തകരാൻ ദൈവം സമ്മതിക്കില്ല. എന്ത് കണ്ടിട്ടാ ചിലരിത് പറയുന്നത്? ഞാൻ ചോദിക്കും, ഇത് കണ്ടിട്ടാണെങ്കിൽ നല്ലത്. ഇത് കണ്ടിട്ടാണെങ്കിൽ നല്ലത്. പൗലോസിന് ഒരു അനർത്ഥം വന്ന കാര്യം അവനെ ഉപയോഗിക്കണ്ട. അവനെ റോമിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് വെക്കുക. റോമിൽ ചെല്ലണം, അവിടെ ചെന്ന് പ്രസംഗിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി പൗലോസിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴയ ശൗല് കയറി വരുമ്പോ പറയും, ഹല്ലേലൂയ, നീ ദൈവകൃപ വിട്ടു പോകുന്നുണ്ട്, നിന്റെ പല വാക്കുകൾ കൃപ വിട്ടാ നിൽക്കുന്നത്. ഈ കൃപ വിട്ടു പോകുന്നവന് തരാനാ ദൈവശൂലം വെച്ചേക്കുന്നത്. അത് എത്ര വലിയ പ്രവാചകം വന്ന് പ്രാർത്ഥിച്ചാലും പോവില്ല. നീ അതിനു വേണ്ടി കുത്തിയിരുന്ന് ഉപവസിച്ചിട്ട് ഒരു കാര്യമില്ല, അത് പോകില്ല. നിനക്ക് ശുശ്രൂഷ വേണോ? കൂടെ ശൂലമുണ്ട്. ശുശ്രൂഷ ഉപയോഗിക്കപ്പെടണോ? ശൂലമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ശൂലമില്ലാത്ത ശുശ്രൂഷകൾ ആരെയും ചലിപ്പിക്കുന്നില്ല. കൃപയിലുള്ള ശുശ്രൂഷയെ ചലിപ്പിക്കുന്നുള്ളൂ. കൃപ വേണമെങ്കിൽ ശൂലവും കൂടെ കാണും. പിന്നെ ശൂലത്തിന്റെ ഷെയ്പ്പും അതിന്റെ രൂപം, ഗുണങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നാന്ന്? നമുക്ക് ഇപ്പൊ പൗലോസിന് രോഗമാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് മറ്റൊരു വിഷയമായിരിക്കും, എന്നെ കേൾക്കുന്ന മറ്റൊരു ദൈവദാസന് മറ്റൊരു വിഷയമായിരിക്കും. എല്ലാവർക്കും രോഗമല്ല, എല്ലാവർക്കും കടഭാരമല്ല, എല്ലാവർക്കും പോരാട്ടമല്ല, പലർക്കും പല വിഷയങ്ങളായിരിക്കും. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? കൃപയിൽ ഇരിക്കുവാൻ കർത്താവ് എന്ന് പറയും, എന്റെ കൃപ നിനക്ക് മതി. കർത്താവിന്റെ കൃപ നമുക്ക് മതി. വേറെ ഒന്നും ദൈവം അലോ ചെയ്യത്തില്ല. മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല ദൈവം. മനസ്സിലാവുന്നുണ്ടോ? അതല്ല ആ ഭാഗം ഒന്ന് വായിച്ചേ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ അപ്പൊ നമ്മളിൽ ദൈവകൃപ പറയണമെങ്കിൽ നമ്മൾ ബലഹീനരാകണം. ശ്രദ്ധിച്ചേ അല്ലേ? നമ്മൾ രോഗനിമിത്തം ബലഹീനരായവരാണോ? ആണെങ്കിൽ നന്ദി കൊടുത്ത ദൈവത്തിന്. സാമ്പത്തിക വിഷയം സംബന്ധിച്ച് നമ്മൾ ബലഹീനരാണോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ ബലഹീനരാകുമ്പോഴാ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകുന്നത്. നമ്മൾ ബലഹീനരാവും. ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടവരെല്ലാം ബലഹീനരാകണം. അവർ ബലഹീനരായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ, ഉയരത്തിലെ ശക്തി ബലഹീനരിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ശക്തന്മാരായിരുന്നാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ സാധിക്കത്തില്ല. അനേക ഭക്തന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരതിയാൽ നമ്മൾ കാണാൻ സാധിക്കുന്ന അവരൊക്കെ പല വിഷയങ്ങളിൽ
കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ബലഹീനമായി പോയ പല മേഖലകളുണ്ട്. അത് സമൂഹം അതിനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണുന്നുണ്ട്, വളരെ സെന്റിമെന്റൽ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവം അവനെ ബലഹീനമാക്കുകയാണ്. കാര്യം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കണം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒരു വെളിപ്പാടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല ഉറക്കം, യാത്രയിൽ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. അല്ലെ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ആർക്കാണ് പോരാട്ടം? ആർക്കാണ് ശൂലം? ദൈവകാര്യത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടവൻ വെളിപ്പാടുകൾ ഉള്ളവനാണ് കഷ്ടം അനുഭവിക്കത്തുള്ളൂ. വെളിപ്പാട് വേണം, വെളിപ്പാടുകൾ വേണം. വെളിപ്പാട് പ്രാപിക്കാത്തവൻ എങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കും? ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്? താൻ 3 സ്വർഗത്തോളം, സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യൻ, സ്തോത്രം, അതിന്റെ 2 ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൗലോസ് താൻ സ്വർഗീയ ദർശനങ്ങളെ കണ്ടപ്പോൾ ശരീരത്തോടെയോ ശരീരമില്ലാതെയോ താൻ അറിയാത്ത ഈ ജഡത്തിന്റെ യാതൊരു അനുഭവം ഇല്ലാതെയാണ് സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെട്ട അനുഭവം ഉണ്ടായത്. ശ്രേഷ്ഠമാണത്. ആളുകൾ ദർശനം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വെളിപ്പാടുകൾ നിസ്സാര കാര്യമല്ല. നാം ദൈവകരത്തിൽ ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അപ്രകാരമുള്ള ദർശനങ്ങൾ കാണിച്ചെങ്കിൽ മനസ്സിലാക്കിക്കോണം, എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമല്ല. എന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ദൈവം. ഹല്ലേലൂയ. ചിലർക്ക് വെളിപ്പാടുകൾ, ചിലര് കണ്ണടച്ച കാണുന്ന പേക്കിനാവാ, അല്ലെ? യക്ഷിയും മാണനും ഭൂതവും മറന്നേക്കാനെയാണ് ചിലർ കാണുന്നത്, വേറൊന്നും കാണാനില്ല. പിന്നെ കാണുന്ന മുഴുവനും ഭയങ്കര സമ്പത്ത്, ഉയർച്ച, വണ്ടി വരുന്നു, വീട് വരുന്നു, ഇംഗ്ലണ്ട്, UK, അവിടെ PR കിട്ടുന്നു, ഇതൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു കാഴ്ചയല്ല. ഇതേത് പിശാചും ഭൂമി കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ എന്താ കാണേണ്ടത്? നീ 3 സ്വർഗത്തോളം എടുക്കപ്പെടുന്ന ദർശനം നീ അനുഭവിക്കണം. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ നീ ഞാൻ അറിയുന്നില്ല. അല്ലയോ? വായിച്ചേ അടുത്തത്. വായിച്ചേ. അല്ലെന്നേ 2 മുതൽ വായിക്കുന്നേ. ഇത് വല്ലയിടത്തും പറഞ്ഞ അത് ഇതും പോകുന്നുണ്ട. 12:2 ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഈ നമ്മള് ആത്മീയ കാര്യത്തിന് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സ് ശരിയല്ലെങ്കിലുണ്ടല്ലോ, അവിടെ പുറകെ ശൂലം വരും. ആരും പ്രാർത്ഥിക്കണ്ട, ഒന്നും ചെയ്യണ്ട, തന്നെ വന്ന് കുത്തിക്കോളൂ. വായിച്ചേ. ആ മനുഷ്യൻ എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നു. ശരീരം കൂടാതെയോ നീ അറിയുന്നില്ല. ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിക്കുവാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭൂമിയിലെ ഭാഷകൾക്ക് അപ്പുറമായിട്ട് സ്വർഗീയ ഭാഷ, സ്തോത്രം, താൻ കേട്ടു. കണ്ടതെന്താണ്? സ്വർഗം കണ്ടു. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ തന്റെ ശരീരത്തോടു കൂടി, അല്ലയോ ശരീരമില്ലാത്ത അവസ്ഥയിൽ, ശരീരത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയിൽ താൻ സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ചില കാഴ്ചകൾ കണ്ടു. അവിടെ താൻ ചില ശബ്ദങ്ങൾ കേട്ടു. ഹല്ലേലൂയ. വായിച്ചേ. മനുഷ്യന് ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ എന്ന് പറഞ്ഞ എന്താ? അത് പറയുവാൻ കഴിയും. ഭൂമിയിലെ ഭാഷകൾക്കോ നമ്മുടെ നാവുകൾക്കോ കഴിയാത്ത ശബ്ദങ്ങൾ, ഭാഷകൾ. നമ്മുടെ നാവിന് പരിധിയുണ്ട്, അല്ലെ? നാവിന് പരിധിയുണ്ടെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ? ചിലരുടെ വായിലെ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിയില്ലാത്ത രീതിയിലാണ് ചിലർ സംസാരിക്കുന്നില്ലേ? ചിലരൊക്കെ വാ തുറന്ന് സംസാരിച്ച മറ്റുള്ളവനെ തൊലി ഒലിച്ചിടും. ചിലരുടെ കഴിവാണ്. പക്ഷേ നാവിനെ കുറിച്ച് മനസ്സിലാക്കണം, അത് അടങ്ങാത്ത തീയ, അല്ലെ? അഗ്നിയാണ്. അത് കാടിനെ കത്തിക്കുമെന്ന് യാക്കോബ് പറഞ്ഞു. വനങ്ങളെ, സ്വതന്ത്രം, അത് ദഹിപ്പിക്കും. അത് നാക്ക് അമ്മാതിരിയാണ്. ചെറിയൊരു കാര്യം ഇട്ട് കൊടുക്കുള്ളൂ, അത് പിന്നെ തന്നെ കടന്നങ്ങോട്ട് കത്തിക്കോളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യർക്ക് പറയുവാൻ കഴിയാത്ത, പറഞ്ഞ് ഉച്ചരിക്കുവാൻ കഴിയാത്ത, പാടില്ലാത്ത വാക്കുകൾ, സ്തോത്രം, അവിടെ കേട്ടു. കാരണം അവിടെ നാവിന്റെ ആവശ്യമില്ല. ഉണ്ടോ?
നാവിന്റെ ആവശ്യമില്ലെന്നേ. നമ്മുടെ വായി കിടക്കുന്ന ഈ സാധനം ഇതിന്റെ ആവശ്യമില്ല അവിടെ. ആണല്ലേ പണ്ട് ഫറോ അല്ലെ, ഫറോമാരെ ആണെങ്കിൽ എംബാം ചെയ്യുന്ന സമയത്ത് മൂക്കിലൊരു ക്ലാസ് ഞാൻ കേട്ടതാണ്, മൂക്കിലാണെങ്കിൽ ഒരു മുള അടിച്ചു കയറ്റും അല്ലെ, എന്നിട്ട് അതിന്റെ കൂടെ മരുന്ന് കടത്തി വിടുമ്പോ അത് തലച്ചോറിലേക്ക് ചെല്ലും. തലച്ചോറ് എന്താ പറയാ അവിടെ നിന്ന് ഇളകി മൂക്കിൽ കൂടെ വന്ന് എടുത്തു. അപ്പൊ അവിടെ ഈജിപ്തുകാരുടെ വിശ്വാസം അനുസരിച്ച് എങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടും പ്രയോജനമില്ലാത്ത സാധനമാണ് എന്ത്, തലച്ചോറ് അല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഒരു കണക്കിൽ പറഞ്ഞ ഈജിപ്തിലുള്ളവർക്ക് അത് അങ്ങനെ പറഞ്ഞ നമ്മൾ ഇച്ചിരി മനസ്സിലാവും. മനുഷ്യന്റെ വായിലെ നാക്ക് കൃപയില്ലെങ്കിൽ അത് മനുഷ്യന് അപകടമാ, ഭയങ്കര അപകടമാ അല്ലേ. വായിച്ച അടുത്ത ഭാഗം വായിച്ചേ. നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോണം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന്. നമുക്ക് വായിച്ച ഭാഗങ്ങളാ അത്. 4 മുതൽ വായിക്ക. മനുഷ്യൻ ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ മനസ്സിലാക്കണം, പൗലോസ് ആത്മാവിൽ താൻ സ്വർഗത്തെ കണ്ടു. അപ്പോൾ ആ ചെന്ന വ്യക്തിയെ, അതായത് കണ്ട വ്യക്തിയെ താൻ തന്നെ ആണോ എന്ന് സംശയിക്കുമാറാണ് ആ ദർശനങ്ങൾ കണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ആ വ്യക്തി സ്വർഗത്തോളം ചെന്നു. ആ കാഴ്ചകളെ കണ്ടപ്പോൾ അത് താൻ തന്നെ ആണോ ആ കാഴ്ച കണ്ടതെന്നുള്ള അവസ്ഥയാണ്. ആമേൻ. എന്നാൽ നമ്മളുടെ ശരീരം രൂപാന്തരപ്പെടുന്നത് വരെയും നമ്മൾ ഈ താഴ്ചയുള്ള ശരീരത്തിലിരിക്കുമ്പോൾ, നമ്മൾ ജഡത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ദർശനങ്ങളെല്ലാം പരിധികളുള്ളതാണ്. ആമേൻ. എന്നാൽ പരിധിയില്ലാത്ത ലോകത്തിൽ പരിധിയില്ലാത്തൊരു ശരീരം പ്രാപിക്കുന്നത് വരെയും നാം ഈ നാളുകളിൽ ഈ വിധത്തിലൊക്കെയും പോകേണ്ടതായിട്ട് വരും. എന്നാൽ പൗലോസ് അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ആ വാക്യം ശ്രദ്ധിച്ച് എവിടെ വായിക്കുന്നത്? മനുഷ്യന് ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, പൗലോസിന്റെ മനസ്സ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. പൗലോസിന്റെ മനസ്സ് ശ്രദ്ധിക്കണം. മനസ്സ് തികഞ്ഞു നിൽക്കുന്ന എന്താണെന്നറിയാവോ? 14 വർഷം കണ്ട ആ ദർശനം, ആ വെളിപ്പാട്, ആ സ്വർഗീയ ദർശനമാണ് പൗലോസിന്റെ ഹൃദയത്തിലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ താന്റെ ജഡം, ഈ ശരീരത്തിലിരിക്കുന്ന ഈ ജഡം ബലഹീനമാണ് അല്ലേ. അവിടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദൈവകൃപ എന്നിലേക്ക് ഒഴുകി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വരുന്നത് എന്താണ്? തന്റെ ഈ ശരീരത്തിന്റെ ബലഹീനതയിലല്ലാതെ ഞാൻ മറ്റൊന്നിനും പ്രശംസിക്കത്തില്ല. അപ്പോൾ പൗലോസ് പ്രശംസിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനെ, അതായത് വേദനയില്ലാത്ത, ഭാരമില്ലാത്ത, ശൂലമില്ലാത്ത ശരീരമുള്ള ആ മനുഷ്യനിൽ ഞാൻ പ്രശംസിക്കും. അവനിൽ രോഗമില്ല, അവനിൽ ഭാരമില്ല, അവനിൽ പ്രത്യാശയുണ്ട്, നിത്യ സന്തോഷമുണ്ട്. സ്വർഗത്തിൽ ചെന്നപ്പോൾ മനസ്സിലായി ഈ ലോകത്തിന്റെ ഒന്നും അവിടെ ഇല്ല അല്ലേ. അങ്ങനെയാ പറയുന്നത്. അപ്പൊ ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ പ്രശംസിക്കാൻ അവിടെ വായിക്കുന്ന അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. അപ്പോൾ പൗലോസിന്റെ രീതി, സ്വഭാവം, ശുശ്രൂഷയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അവൻ കണ്ട വെളിപ്പാട് കണ്ട മനുഷ്യനെ ഞാൻ പ്രശംസിക്കുന്നു. ആ മനുഷ്യൻ സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ ശരീരത്തോടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ആ അവസ്ഥയിൽ സ്വർഗം കണ്ട ആ മനുഷ്യന്റെ ശരീരത്താണ് ഗുണമിരിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? പരിക്കുകളുള്ള, കുറവുകളുള്ള, രോഗമുള്ള, പ്രതിസന്ധിയുള്ള ഈ ശരീരത്തിൽ, എന്റെ രോഗത്തിലേ ഞാൻ പ്രശംസിക്കത്തുള്ളൂ. ശ്രദ്ധിക്കണം. ഈ ശരീരം, ഇത് കംപ്ലീറ്റ് രോഗമല്ലേ, ഇത് കംപ്ലീറ്റ് പ്രയാസങ്ങളല്ലേ, മുറിവുകളല്ലേ, ചതവുകളല്ലേ, കഷ്ടങ്ങളല്ലേ, മരുന്ന് എന്നില്ലേ നിൽക്കാത്ത ശരീരമല്ലേ. ഇത് ഇത്രേ ഉള്ളെന്ന് പറയാൻ ഒരു മടിയില്ല. നമ്മളൊക്കെയോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആരും അറിയരുത്, ആരും നമ്മൾ പോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു, ആരും നമ്മളെ കാണരുത്. അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ രോഗിയാണെന്ന് അറിയരുതാരും, ഞാൻ ക്ഷീണിതനാണെന്ന് അറിയരുതാരും, ഞാൻ പ്രതിസന്ധിയിലാണെന്ന് അറിയരുതാരും. എന്നാൽ പൗലോസ് പറയട്ടെ, ഞാൻ എൻ്റെ ഈ ജഡത്തിന്റെ ബലഹീനതയിൽ അല്ലാതെ മറ്റൊന്നിനും ഞാൻ പ്രശംസിക്കത്തില്ല. പൗലോസ് അവൻ രോഗമായിട്ട് എന്നും പോകുന്നു, മരുന്ന് മേടിക്കുന്ന ഒരു ഗുണവുമില്ല, പ്രാർത്ഥിച്ചു നോക്കി മാറ്റമില്ല ഗുണം. ആ ശരീരം അത്രയേ ഉള്ളൂ, ഈ ശരീരം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരത്തെ, ഈ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ അവന് പുച്ഛം വെളിപ്പെടണം. എത്ര പേർക്ക് പുച്ഛം വെളിപ്പെടും? ഈ ശരീരത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എത്ര പേർക്ക് ഈ ലോകത്തെ കുറിച്ച് പുച്ഛം വരും? ഈ വ്യവസ്ഥകളെ കുറിച്ച് പുച്ഛം വരും. എത്ര പേർക്ക് പുച്ഛം വരും? വരുമോ? ഒന്ന് പരിശോധിച്ച്, വ്യക്തിപരമായിട്ട് പരിശോധിച്ചോണേ.
ഹല്ലേലൂയ. പൗലോസ് സ്വർഗത്തോടെ എടുക്കപ്പെട്ടപ്പോഴാണ് ആ ചെന്ന വ്യക്തി രോഗമില്ലാതെ അവിടെ അനുഭവിച്ച ആത്മസന്തോഷം വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യ ശരീരത്തിലെ ബലഹീനത എന്നെ വല്ലാതാക്കി കളയുമ്പോൾ ഞാൻ ഇതിനെ പുച്ഛഭാവത്തിലെ കാണാൻ കഴിയത്തുള്ളൂ. വായിച്ചേ. ഞാൻ പ്രശംസിക്കുന്നവൻ വിചാരിച്ചാലും, അങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പ്രശംസിക്കുവാൻ, അങ്ങനെ ശരിയാ, പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിലും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിലും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത്. കണ്ടോ, അവിടെ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. നമ്മൾ സത്യം പറയണം ജീവിതത്തിൽ. നമ്മൾ സത്യം പറയണം ജീവിതത്തിൽ. മൂടി വെച്ച് പറയുന്നവർക്ക് ഈ മാർഗം കൊള്ളത്തില്ല. ഈ ഫീൽഡിൽ പിടിച്ച് നിക്കത്തേ ഇല്ല കേട്ടോ. നീ ക്ഷീണിച്ചാണല്ലോ ഇരിക്കുന്നു. അല്ല, നേരത്തെ വെറുതെ തോന്നുന്ന വാടി അല്ലേ? നീ കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു പ്രയാസം. ഉണ്ട്, ഞാൻ ഇന്നലെ ICU ഇറങ്ങിയുള്ളൂ. പറയാൻ മടി കാണിച്ചേക്കത്. വേദന ഉണ്ട്, ഷുഗറാ, ഒട്ടുമില്ല. എത്രയാ? 400 അടുത്താ. എപ്പോഴാ തീർന്നു പോകുന്ന അറിയത്തില്ല. പറയാൻ മടിക്കരുത്. പ്രഷറാണോ, പ്രശ്നമാണോ, പറയാൻ മടിക്കരുത്. നിനക്ക് എന്തൊക്കെ രോഗമുണ്ടെന്ന് മറ്റുള്ളവരോട് പറയാൻ മടിക്കരുത്. കാരണം എന്താ? ഈ ശരീരത്തിനായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് പറയാൻ മടി കാണിക്കരുത്. ചിലർ ആരെങ്കിലും കേട്ടോ ക്ഷീണിച്ചു പോയി കേട്ടോ, പിന്നെ തീർന്നവൻ. അങ്ങനെ തീർന്നു പോകുന്നവരുണ്ട്. നീ ഭയങ്കര എന്താ പറയുക, നീ ഉദ്ദേശിച്ച പോലെ നിന്റെ ആ രൂപമൊക്കെ അങ്ങ് മാറിപ്പോയി. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു വേണം. അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു പറയണം, ഞാൻ ഇച്ചിരി കൂടെ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ വന്നു നോക്കി, ഞാനിപ്പോ ഭൂമിയിലേ കാണത്തില്ലായിരിക്കും എന്ന് പറയാൻ മടി കാണിക്കരുത്. കാര്യം പിശാചിനെപ്പോഴും എന്ത് വേണമെന്നറിയാം? നമ്മൾ ഈ ലോകത്തെ പൊക്കിക്കൊണ്ട് നടക്കാൻ നമ്മളെ കിട്ടണം. നമ്മൾ ഈ ലോകത്തെയും ഈ ദ്രവത്വമുള്ള ഈ ലോകത്തിന്റെ വ്യവസ്ഥകളെയും പൊക്കുന്നതിൽ അല്ലെ ഇതിനെ പ്രശംസിക്കുന്നതിൽ നമ്മൾ താല്പര്യം കാണിക്കാതിരുന്നാൽ പിശാചിന് നമ്മുടെ മേലും ഇതിന് സ്വാധീനമില്ലെന്നേ. നമ്മൾ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണമെന്ന് ഈ പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നില്ല. പൗലോസ് ജീവിച്ചിട്ടില്ല. നമുക്ക് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഇത് നിലപാടുകളാണ്, ഒരു വിശുദ്ധന്റെ നിലപാടുകളാണ്. അല്ല, നമ്മൾ പലപ്പോഴും നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊന്നും പറയണ്ട, അതൊന്നും മറ്റാരും അറിയണ്ട, നമ്മളെല്ലാം മൂടി വെക്കും. പക്ഷെ പൗലോസിൽ ദൈവകൃപ വന്നു. വെറുതെ പറയാൻ പറ്റത്തില്ല കേട്ടോ. കാണേണ്ടത് കണ്ടു പൗലോസ് സ്വർഗം കണ്ടു, നിത്യത കണ്ടു, അവിടുത്തെ വാസം കണ്ടു, അവിടുത്തെ കൾച്ചർ കണ്ടു. സ്വർഗത്തിന്റെ ആ സിവിലൈസേഷൻ, സ്വർഗീയ സിവിലൈസേഷൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോ ഈ ലോകത്തിന്റെ അവസ്ഥയിൽ ഒട്ടും സന്തോഷമല്ല താൻ എപ്പോഴും വേദനപ്പെട്ട് ഭാരപ്പെട്ട് പലപ്പോഴും പ്രയാസപ്പെട്ട് പലപ്പോഴും അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ആര് ചോദിച്ചാൽ രോഗവേദന, അതിന് വേറെ കാര്യം ചെയ്യാണ്. അതുകൊണ്ട് ഈ ശരീരം വിടാനുള്ളതല്ലേ. ഇത് വിട്ടിട്ട് പറക്കണം. പക്ഷെ പറക്കണമെന്ന് പറയണമെന്നുണ്ട് ഉയരത്തിലുള്ളത് കണ്ടവനെ പറക്കണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഉയരത്തിലുള്ളത് കാണാത്തവന് പോകാൻ പറ്റൂന്ന് പറയാൻ പറ്റുമോ? സ്വർഗം കാണാൻ കഴിയാത്തവന്, ദൈവരാജ്യം കണ്ടിട്ടില്ലാത്തവന് എങ്ങനെ ഈ ശരീരം വിട്ട് അവിടെ പോകാൻ പറ്റുമെന്ന് അനുഭവം വരുന്നേ? സ്തോത്രം. 3.5 വർഷം കർത്താവിന്റെ മാറോട് ചാഞ്ഞിരുന്ന വ്യക്തിയാണ് ആര്? യോഹന്നാൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ യോഹന്നാൻ. അന്ന് വളരെ ചെറുപ്പമായിരുന്നു അല്ലേ? 33 തിരുവയസ്സിൽ താൻ കാൽവിൽ തകർക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ഭൂമിയിലുണ്ടായിരുന്നു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് പോയി. അത് കഴിഞ്ഞപ്പോൾ കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി കണ്ടപ്പോൾ ഹല്ലേലൂയ, എല്ലാ എന്താ പറയുന്നത്, ശവങ്ങളും കൂപാരങ്ങളും എല്ലാവിധ സ്തോത്രം നാട് കടത്തപ്പെട്ട അനുഭൂതി കിടന്ന യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിന്റെ നിറവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ പിറകിൽ കേൾക്കുന്ന ശബ്ദം എന്തെന്ന് കാണേണ്ടതിന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവപുത്രനെ കാണും. ക്രിസ്തുവിന്റെ പൂർണ്ണ രൂപം കണ്ടു. ക്രിസ്തുവിന്റെ പൂർണ്ണ രൂപം നിൽക്കുന്നത് കൊണ്ടു. ആ രൂപം കണ്ട് താൻ മരിച്ചവനെ പോലെ ആയിപ്പോയി. മനസ്സിലാക്കണം, താൻ മരിച്ചവനെ പോലെ ആയിപ്പോയി. ഞാൻ 3.5 വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്നിട്ടുണ്ട്. കർത്താവിന്റെ ബാഗ് പിടിച്ചിട്ടുണ്ട്. അവന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, എല്ലാ ഉപദേശങ്ങളും കേട്ടിട്ടുണ്ട്. എന്നെ വലിയ സ്നേഹമായിരുന്നു. പത്രോസും യാക്കോബും അവിടെ ഇരുന്നു. പത്രോസ് പലപ്പോഴും എന്നെ ചുണ്ടി പിടിപ്പിക്കുന്ന പല കാര്യം നടത്തിയപ്പോഴും കർത്താവ് എന്നെ കൂടുതൽ സ്നേഹിച്ചു. ആ കർത്താവിന്റെ സാന്നിധ്യമല്ല താൻ കർത്തൃ ദിവസത്തിൽ കണ്ടത്.
പിടികിട്ടിയോ? ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ദൈവപുത്രൻ നമ്മൾ കാണുമ്പോൾ ഇനി നമ്മൾ അവനെ കാണുന്നത് ന്യായവിസ്താരത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നതാണ്. എപ്പോഴാ? നമ്മൾ ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട് പ്രതിഫലം മേടിക്കുവാൻ. ഹല്ലേലൂയ. തേജസ്സിന്റെ സിംഹാസനത്തില് ക്രിസ്തു ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇന്ന് നമ്മുടെ ഓരോ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി കർത്താവേ തരണേ, കർത്താവേ ചെയ്യണേ, കാണണേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ അന്ന് അവിടെ ഇരിക്കുന്നത് ന്യായാധിപതി, ജഡ്ജായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ നിത്യതയിൽ നമ്മൾ കർത്താവിനെ കാണുവാൻ ചെല്ലുമ്പോൾ എന്റെ പേഴ്സണൽ മാറ്റർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവനായിട്ടല്ല അവനെ അവിടെ കാണാൻ പോകുന്നത്. ഇന്ന് അനേകർക്ക് അത് അറിയത്തില്ല. പലർക്കും അതിനെക്കുറിച്ചുള്ള ആ ദർശനമില്ല. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചോ? അവിടെ പറയുന്ന വാക്യം എന്താ? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമല്ലോ പറയുന്നത്. കണ്ടോ, താൻ ഈ ദർശനം കണ്ടു. അടുത്തത് സ്തോത്രം, എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അതായത് അവിടെ നടക്കുന്നത് തന്റെ ശരീരത്തിൽ രോഗമിരിക്കെ സ്തോത്രം പൗലോസ് ആ രോഗം മാറുവാൻ പലപ്പോഴും അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. നോ റിസൾട്ട്. അപ്പോസ്തലനാന്ന് ഓർക്കണം. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭയെ പണിതിരിക്കുന്നത്. ഏറ്റവും പ്രമുഖരായി ആ കാലത്ത് ഉപയോഗിക്കപ്പെടുന്ന അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, അല്ലേ? പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നെ ദൈവകൃപ വരണം. ഒന്ന്. രണ്ടാമതായിട്ട് താൻ പ്രശംസിച്ചാലും ഇവിടെ വചനം പറയുന്ന കാര്യം സത്യമല്ലോ. അടുത്തത്, എന്റെ വായിൽ നിന്ന് വരുന്ന പ്രസംഗങ്ങളും വചനങ്ങളുമേ മറ്റുള്ളവർ കേൾക്കാവുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ശൂലത്തിന്റെ ഉടമയാണെന്ന് മറ്റുള്ളവർ അറിയരുത്. പറ്റുമോ? ഇതാണ് ശുശ്രൂഷ. അകത്ത് കിടക്കും എന്നെ ബലഹീനമാക്കുന്ന ശൂലം. പക്ഷേ സ്തോത്രം, അവന്റെ കൃപ എന്നിൽ നിറഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവന്റെ മഹത്വമായിരിക്കും. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വായിച്ചേ. നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അടുത്തത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ. അപ്പോൾ ശ്രദ്ധിക്കണം, വെളിപ്പാടുകളുടെ ആധിക്യം. ഹല്ലേലൂയ. അപ്പോൾ താൻ നടന്നു പോകുമ്പോഴും ഇടപെടുമ്പോഴൊക്കെയും പുത്രന്റെ വലിയ സാന്നിധ്യം താൻ അനുഭവിക്കുന്നുണ്ട്. തന്നെ കാണിച്ചു കൊടുത്ത ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് തന്റെ ശുശ്രൂഷകൾ നിറവടിയായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശുശ്രൂഷകൾ ഓരോന്നും നടത്തപ്പെടുമ്പോൾ ഞാൻ കൃപ വിട്ടു പോകരുത്. പലരുടെയും പ്രശ്നം എന്നാണെന്നറിയാവോ? പല രോഗങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കൃപ വിട്ടു പോകുന്നു. പലരുടെ ആധികാരിക പ്രശ്നത്തിന്റെ ഉറവിടം തേടി ചെന്നാൽ അവര് കൃപ വിട്ടുപോകുന്നു. നമ്മൾ കൃപയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും കേട്ടോ. പല വിധത്തിലായിരിക്കും. ആ വിധങ്ങളൊന്നും പ്രാർത്ഥിച്ചാൽ മാറുന്നില്ല. മനസ്സിലാക്കണം, അത് മാറുന്നില്ല. ഇത് വിളിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. യൂറോപ്പിൽ പോകാനും കാനഡയ്ക്ക് പോകാനും ഈ കൃപയുടെ ആവശ്യമില്ല. അത് പോയാൽ മതി. അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ദൈവവേലയ്ക്ക് കൊടുത്ത് നിൽക്കുക. അതൊക്കെയാണല്ലോ ഇന്നത്തെ ട്രെൻഡ്. മനസ്സിലാവുന്നുണ്ടോ? എത്തേണ്ടവന്റെ കയ്യിൽ ഒന്നും എത്തുന്നുമില്ല, കൊടുക്കേണ്ടവൻ കൊടുക്കുന്നുമില്ല, ചെയ്യണവൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, നീ ശൂലം വഹിക്കാൻ വിളിക്കപ്പെട്ടവനാണോ? നിന്റെ ഏതെങ്കിലും പ്രായത്തിൽ ആ ശൂലം നിന്നെ തേടി വന്നിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചു വേർതിരിക്കുക തന്നെ. വായിച്ചേ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അടുത്ത എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കണ്ടോ, അത് എന്നെ വിട്ട് നീങ്ങണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പോരാട്ടത്തെ ഒരു കോണിൽ ഒരു പ്രതിക്കൂട്ടിൽ പോരാട്ടത്തെ, മറുപ്രതിക്കൂട്ടത്തിൽ പൗലോസ്, എന്നിട്ട് ന്യായാധിപതിയാകുന്ന കർത്താവിനോട് പറയുക, ആ പ്രതിക്കൂട്ടിൽ എനിക്ക് രോഗമായി എന്നോട് വെല്ലുവിളിക്കുന്നവനെ എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ ന്യായാധിപതിയായ കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാവോ? എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവൻ പോകത്തില്ലെന്ന്.
അത് പ്രതിക്കൂട്ടി നിൽക്കുന്നവൻ പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ എത്ര നാളാ? എന്റെ ദൗത്യം തീരുന്നത് വരെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി പേരറിയാം, അനേക രോഗം കൊണ്ട് കൈ കഴുകി സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അതൊക്കെ ഭയങ്കര ആത്മസന്തോഷത്തിൽ, അല്ലെങ്കിൽ ആത്മസന്തോഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ശരീരത്തിന്റെ സുഖത്തിലോ അതിന്റെ നിറവിലോ ഒന്നും അല്ല ഇരിക്കുന്ന. അനേക രോഗത്തിന്റെ മേൽ രോഗം വഹിച്ചു നിൽക്കുകയാണ്. അവർ പുൽപ്പിറ്റി കയറി നിൽക്കുമ്പോൾ ദൈവകൃപയെന്ന് വന്ന് അവരെ ശക്തമായി ഉപയോഗിക്കുന്നു. എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ ശാരീരികമായിട്ട് വളരെ ഭാരപ്പെട്ടിട്ടായിരിക്കുന്ന ശുശ്രൂഷ കഴിഞ്ഞ് അവരവിടെ തിരിച്ചിരിക്കുമ്പോൾ അവരെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാണ് പലരും ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ദൈവ കൃപ വന്ന ആ വ്യക്തി എഴുന്നേറ്റ് നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കും. ഇതാണ് ശുശ്രൂഷ. ഹല്ലേലൂയ. അല്ലാതെ അവിടെ കോട്ടയത്ത്, ഞാൻ പറയുന്നില്ല അതിന്റെ ബാക്കി എന്നു പറഞ്ഞ, അവിടെ കിടന്ന് ഓരോന്ന് കോട്ടയത്ത് പല ബിരുദന്മാരുണ്ട് പണത്തിന്റെ പേരിൽ. അത് പറഞ്ഞു നിന്നെ ഇന്ന് കർത്ത ഉയർത്താൻ പോകണം. അതൊക്കെ ഒരു ലൂസിഫറിന്റെ ശുശ്രൂഷയാണ്. മനസ്സിലാവുന്നുണ്ടോ? ലൂസിഫറിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാ. ഇതൊന്നും ദൈവവചനമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പഠിച്ച് ഏതെങ്കിലും പെണ്ണ് കേസിലും വിട്ട് 100 ലൈൻ കേസും കഴിഞ്ഞ് കിട്ടുന്ന ഒരു അപ്പനും അമ്മയും കൂടെ ചേർത്ത് വിട്ട് ഒരു പെണ്ണിനെയും കെട്ടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി അതിന്റെ ഇവർ ഈ ഭക്ഷണത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്തവൻ തിരുവെടുത്ത് എടുത്തുകൊണ്ട് തുള്ളച്ചാണ് ദൈവം പിടിക്കുന്ന സമയമുണ്ട്. പിടിക്കുന്ന സമയമുണ്ട്. ആളുകൾ അന്ന് മുമ്പോട്ട് പോകത്തില്ല. നിന്റെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരണം. പിന്നെ ഈ കാണിക്കുന്ന പരിപാടികൾക്കൊന്നും ദൈവസന്നിധിയിലൊന്നും അതിന് ക്രമീകരണമില്ല. കാരണം എന്നാണെന്നറിയോ? അത് ദൈവം പറഞ്ഞിട്ടൊന്നും ഇറങ്ങിയതല്ല. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ജോലിക്ക് പോ, മറ്റെന്തെങ്കിലും കാര്യത്തിന് പോ. ഹല്ലേലൂയ. അല്ല ഇതെടുത്ത് 10 പേരെ കളിപ്പിക്കാനായിട്ട് വരരുത്. ഹല്ലേലൂയ. ഇതെടുക്കുമ്പോൾ പോരാട്ടങ്ങളും വെല്ലുവിളികളും കൂടെ ഉണ്ട്. അത് അനുഭവിക്കണം. ആമേൻ. കർത്താവ് നിന്നെ ഉപയോഗിക്കേണ്ടതിന് ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരും. അത് സഹിക്കണം. അല്ലാതെ നിന്റെ അവസ്ഥ ഇന്ന് മാറാൻ പോകുക, നീ ഒന്ന് വിശ്വസിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്നെ കർത്താവ് തേരിലേറ്റ് നടത്താൻ പോവുകയാണ്, വാഹനമേറി നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ വെറുതെ കുറെ പേരെ ദ്രവ്യാഗ്രഹികളാക്കുവാനോ അതിൻ്റെ നിന്ന് പിടിച്ചെടുത്ത് നീ കൊണ്ടാക്കിയെടുത്ത് അതിന്റെ കയ്യിൽ അക്കൗണ്ട് ഇടാനൊക്കെ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സ്തോത്രം ഹല്ലേലൂയ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു മാറ്റമില്ല, ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഇന്ന് അനേകർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിനെ മാതൃകയാക്കുന്ന പൗലോസിന് ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം, കർത്താവ് വെറുതെ ഒരു സൗഖ്യം ചെയ്യത്തില്ല. ചെയ്യുവോ? വെറുതെ ചെയ്യുവോ? ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം നമുക്ക് വായിക്കാം. സ്തോത്രം. ഇനി അല്പനേരം കൂടെ ഉണ്ട്. സ്തോത്രം. നമുക്ക് അതിനുള്ളിൽ നമുക്ക് വായിച്ച് നമുക്ക് വേഗം നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചേ. 9-ാം അധ്യായം. ഇവിടെ നമ്മൾ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ കടന്നു പോകുമ്പോൾ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബീ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് ഒരുവന്റെ അടുക്കലേക്ക് ചെല്ലുക. അവൻ ജന്മനാ കുരുടനാണ്. ജന്മനാ കുരുടനായിരുന്നപ്പോൾ അപ്പോസ്തലന്മാരെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങൾ ചോദിച്ചു, കർത്താവെ, ഇവരാര് പാപം ചെയ്തിട്ടാ ഇവനിങ്ങനെ ജന്മനാ കുരുടനായി? ഇവൻ ചെയ്തിട്ടാണോ, ഇവന്റെ അപ്പനും അമ്മയും ചെയ്തിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, യഹൂദന്മാരുടെ വിശ്വാസം ഒരുവന്റെ അപ്പനും അമ്മയും പാപം ചെയ്ത മക്കൾക്ക് ദോഷം വരും. ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്, ഇവൻ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ വന്നത്? അപ്പൊ ഇവൻ പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ടോ? ഇല്ലെന്നൊക്കെ ചുമ്മാ കയറി പറയല്ലേ. ഒന്നും അറിയാൻ വരാത്തവനെ ഇല്ലെന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അവിടെ വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ
യോഹന്നാന്റെ സുവിശേഷം മടങ്ങി വരണം കേട്ടോ, ഈ 9 നമ്മൾ മടങ്ങി വരണം. 5-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ സ്തോത്രം 11 മുതൽ വായിച്ചേ, 5:11. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്ക എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 2 സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 38 വർഷം കൊളക്കരെ കിടക്കുന്നവന് സൗഖ്യം കിട്ടുകയാണ്. അവിടെ കിട്ടുമ്പോൾ ഇവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദിക്കുകയാണ്, എന്താ ചോദിച്ചേ, നിനക്ക് സൗഖ്യമായത് എങ്ങനെയാ? അപ്പോൾ ഒരുത്തൻ എന്നോട് പറയും, നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞവൻ ആരാ? അതറിയാൻ മേല. അടുത്തത് സ്തോത്രം, അത് കർത്താവ് വെളിപ്പെടുത്താൻ അതിനിടയ്ക്ക് ഇവനും സൗഖ്യം, ഇവന്റെ ചുറ്റുമിരിക്കുന്ന ജനവുമായിട്ട് ഒരു ഇന്ററാക്ഷൻ, ഒരു കോണ്ടാക്ട് അവിടെ വന്നു. അവരുടെ ഇടയിൽ ഒരു സംഭാഷണം വരുവാൻ ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. ആ കിടക്കുന്ന 38 വർഷം കിടന്നവരും അവനെ അത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നവരും ദൈവപ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നടന്ന സംഭാഷണം, ഇങ്ങനെ നമ്മളിൽ നിന്നും ചില സംഭാഷണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ പാപത്തിന്റെ അധീനതയിൽ കിടന്ന് നമ്മൾ ഓരോരുത്തരും പാപവഴികളെ വിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മളായിരുന്ന സമൂഹത്തിലും സ്വത്രം ചില സംസാരങ്ങളും ചില ഇടപാടുകളും അവിടെ വെളിപ്പെടണം. ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇവിടെ വായിക്കുമ്പോൾ എന്തായാലും 10 മുതൽ, എന്നാൽ അന്ന് ശബത്തായിരുന്നു, ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, ശബത്ത് ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല, വീട് വിട്ട് പോകാൻ പാടില്ല, ഇത്ര അടിക്ക് കൂടുതൽ ഇത്ര അടിക്ക് നടക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സ്തോത്രം ഇവിടെ ഈ പറയപ്പെട്ട സ്തോത്രം ഹല്ലേലൂയ, ഈ ശിഷ്യൻ ഈ കിടക്കയിൽ കിടന്നവൻ അവിടെ എഴുന്നേറ്റ് പറയുകയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, ശബത്ത് നാളിൽ ഒന്നും ചെയ്യരുത്, കിടക്കാവേ ഉള്ളൂ, നിനക്ക് സൗഖ്യമോ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവരുണ്ട് അവിടെ. അവരെല്ലാവരും ആയിരിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വിശ്വാസത്തിനൊന്നും ഇവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നാം ഒരു സമുദായത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ആ സമുദായത്തിൽ ഒരിക്കൽ പോലും പാപമോചനം ലഭിക്കുവാനോ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുവാനോ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനോ, വീണ്ടും ജനിക്കുവാനുള്ള ഒരറിവും ഞാനായിരുന്ന സംഘടനയിൽ എനിക്ക് കിട്ടിയിരുന്നില്ല. സുവിശേഷം കേട്ടു, യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, വെള്ളത്തിൽ മുഴുകൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു, കൃപാവരങ്ങളെ ലഭിച്ചു. അപ്പോഴാണ് ദൈവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ചില സൗഖ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവം നമ്മളിലൂടെ ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. എന്നാൽ ഈ 38 വർഷം കിടന്നവന്റെ വിഷയത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവരോട് കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് കിടക്കെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. 13-ാം വാക്യം, എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മറങ്ങിക്കളഞ്ഞത് കൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ. അതായത് ഇവൻ കിടക്കുകയാണ്, ഇവൻ അവിടെ പലരും സംസാരിക്കുന്നുണ്ട്, പലതും കേൾക്കുന്നു. അപ്പൊ എങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പം ഇവന്റെ 38 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയണമെങ്കിൽ പറയുന്നവർ അവിടെ ചെന്ന് നിന്ന് അവനോട് പറയണം. ആരുടെ മുഖത്തേലും അവൻ നോക്കേണ്ട ആവശ്യമില്ല, ഒരു രോഗിയല്ലേ. അങ്ങനെ ആരാണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? അപ്പൊ ഇവൻ പറഞ്ഞു, മനസ്സുണ്ട്. 38 വർഷം കിടന്ന് ഏതൊക്കെ ഡയലോഗ് കേട്ടവനാന്ന് ഓർക്കണം, 38 വർഷം ഏതൊക്കെ സംഭാഷണം കേട്ടവനാന്ന് ഓർക്കണം. അപ്പൊ അവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ട്. അപ്പൊ അങ്ങനെയാണ്, മനസ്സുണ്ട്, നീ നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ഉടനെ അവന്റെ കൈയും കാലും ഉറച്ചു ബലപ്പെട്ട് അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടന്നു. ഇതാരാ പറഞ്ഞെന്ന് മാത്രം അവൻ അറിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ട്? ഇത് അറിയത്തില്ല. അപ്പോ കർത്താവ് അവിടെ നിന്ന് മാറിക്കളഞ്ഞു, അവനോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാറി നിന്നപ്പോൾ എല്ലാരും ചോദിച്ചു, നീ എങ്ങനെ, നിനക്ക് എന്നാ പറ്റി? എനിക്ക് സൗഖ്യമായി. നിനക്ക് എങ്ങനെ സൗഖ്യമായി? എന്നോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അതാരാ? അതെനിക്കറിയത്തില്ല. ഇന്ന് ശബത്താന്ന് നിനക്ക് അറിയത്തില്ലേ? ഈ ശബത്ത് 38 വർഷം ശബത്ത് അനുഭവിച്ചു, എന്നിട്ട് നീ രക്ഷ പ്രാപിച്ചോ? 38 വർഷം ശബത്ത് ആചരിച്ചിട്ട് നിന്റെ ഈ മുടന്തോ, നിന്റെ ഈ തളർവാദം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയോ? ഇല്ല. വർഷം എത്രയായി ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്?
വർഷം എത്ര ഈസ്റ്റർ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്, വർഷം എത്രയുള്ള പെരുന്നാളുകളിൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിന്റെ പാപത്തിന് വല്ല മാറ്റം വന്നോ ഇതുവരെ? വന്നില്ലല്ലോ. മുത്തുക്കൊട പിടിക്കാനും കതിനാവടി പൊട്ടിക്കാനും ഗാനമേള നടത്താനും പിന്നെ എന്നതൊക്കെ എല്ലാത്തിനും പള്ളിയിലുള്ള ഓരോന്നും നേർച്ച, കുരിശ് നേർച്ച, ചിലയിടത്തൊക്കെ വേദവസ്ത്രം നേർച്ച ചെയ്യുന്നുണ്ട്. 66 വസ്തുവേ ആളല്ലേ അവൻ ഈ ചെയ്യുന്നവന്റെ അടിവേര് വെട്ടി വിടുന്ന ദൈവവചനം കൊണ്ട് നേർച്ച വെക്കുന്ന ഇടങ്ങളുണ്ട്. ഹാളലുയ. ഇങ്ങനെയൊക്കെ ചെയ്തു, നിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടായോ? ഇതുവരെയും ഇല്ല. ഹാളലുയ, സ്തോത്രം. ഹാളലുയ. ചില ആ പള്ളികളിലൊക്കെ ചെല്ലുമ്പോഴേ കാര്യങ്ങൾ നമുക്ക് കോമഡി വെക്കാം. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഓരോന്ന് ജോലി കിട്ടിയതിനുള്ള ഓഫറിങ്, പിന്നെ ജോലി കിട്ടാൻ വേണ്ടി, പരീക്ഷ ജയിക്കാൻ വേണ്ടി, പരീക്ഷ ജയിച്ചതിന്, വീട് വെച്ചതിന്, ആളുകൾ ഇങ്ങനെയുള്ള പലതിനാണ് ചെയ്യുന്നത്. ഇവരുടെ ഇത്രയൊക്കെ വേസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റ ചോദ്യം, നിന്റെ പാപത്തിന് മോചനം വന്നോ? നീ നിന്റെ പാപത്തെ ജയിച്ചോ? ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ല. ഇതൊന്നും നടന്നില്ല. അതെങ്ങനെയാ? അവിടെ ഇല്ലാത്തത് എങ്ങനെ അവിടെ കൊടുക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം ശ്രദ്ധിക്കണം. അടുത്തത്, ഈ കർത്താവ് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ റെഡിയല്ല. കർത്താവ് മാറിയെന്ന് കണ്ട് ഇവന്റെ സ്വഭാവം എങ്ങനെയാന്ന് കാണാനൊന്ന് ശ്രമിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, 13-ാം വാക്യം. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറിക്കളഞ്ഞത് കൊണ്ട് അറിഞ്ഞില്ല. അതായത് മനസ്സിലാക്കണം, കർത്താവിന് സൗഖ്യം കൊടുത്തിട്ട് ശ്രദ്ധിക്കണം, കർത്താവ് അവന് സൗഖ്യം കിട്ടി, പക്ഷേ അവന്റെ ആത്മീക മണ്ഡലം മാറാൻ ദൈവം ആഗ്രഹിച്ചില്ല. ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ സൗഖ്യം കൊടുക്കും. എനിക്കറിയാം, അവിടെ പല മീറ്റിങ്ങിനകത്ത് ഞാനൊന്ന് കൈ പിടിച്ചു, രോഗമുള്ളവർ കൈവക്കി പ്രാർത്ഥിച്ച്, ഞാൻ കൈവക്കി പ്രാർത്ഥിച്ച ഉടനെ വർഷങ്ങളായി പ്രയാസപ്പെട്ടിരുന്ന എന്റെ ഡിസ്ക് ശരിയായി, എന്റെ കാലിന്റെ ജോയിന്റ് ശരിയായി. ഹല്ലേലൂയ. ഇതുവരെ ആരും പ്രാന്ത് മാറിയതായിട്ട് കേട്ടിട്ടില്ല, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ തെറ്റാണെന്ന് ഒരിക്കലുമല്ല. പക്ഷേ കർത്താവിനൊന്ന് പഠിക്കണം. കർത്താവ് അവന്റെ സൗഖ്യമാക്കിട്ടൊക്കെ മാറി. അവൻ ആ പഴയ പിച്ചും പേയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് സൗഖ്യമായ, അല്ലേ? കർത്താവ് മാറി. കർത്താവ് അങ്ങനെ മാറും കേട്ടോ. നീ നിന്റെ കാലിന്റെ കൈയുടെ സൗഖ്യം കിട്ടിയെന്ന് വെച്ചോണ്ട് നിന്റെ കൂടെ കർത്താവ് ഇരിക്കണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ശരീര സൗഖ്യമായ നിന്നോടുകൂടെ കർത്താവ് ഇരിക്കണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനമേറ്റ് നീ നിന്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് ചേരണം. ആളറിയ പഴയത് വിടണമെന്നേ. എവിടെ കിടന്ന് അത് വിട്ടിട്ട് ക്രിസ്തുവിനോട് ചേരണം. പഴയ പള്ളിയും പട്ടക്കാരെ എല്ലാം വിടണം. പഴയ പശ്ചാത്തലങ്ങൾ സമുദായങ്ങളെല്ലാം വിട്ട് യേശു ക്രിസ്തുവിനോട് ചേരും. അതിനാണ് സ്നാനമേൽക്കുന്നത്. ചെങ്കടല് കടക്കണം. മനസ്സിലാകുന്നുണ്ടോ? ചെങ്കടല് കടക്കുന്നില്ല. കർത്താവേ എനിക്ക് സൗഖ്യം മതി, കുഴപ്പമൊന്നുമില്ല, നിനക്ക് ശരീര സൗഖ്യമാകും. നീ അവിടെ കിടക്കുന്നതിലും കഷ്ടം എഴുന്നേറ്റ് നിൽക്കുന്ന നീ അവിടെ കിടക്കുന്ന നിന്നേക്കാളും കഷ്ടമാ മകനെ ക്രിസ്തു ഇല്ലാത്ത നീ എഴുന്നേറ്റ് നിന്ന് നടക്കുന്നത്. കാര്യം നീ ചത്തതിന് തുല്യമാണ്. ഹല്ലേലൂയ. വായിച്ചെടുത്ത് എന്തോ കണ്ടു. അപ്പൊ അവിടെ വെച്ച് കണ്ടില്ല, മണ്ഡപത്തിൽ വെച്ച് പിന്നെ ഒരു ഡിസ്കഷൻ നടന്നില്ല. കർത്താവ് നിന്ന് പോന്നു. കാര്യം ഇവരോട് കൂടത്തിലുള്ളവരോട് സംസാരിക്കുന്നു, ഇവനോട് സംസാരിക്കുന്നത് മാറുന്നത്. കർത്താവ് ഇവൻ എന്നാ പറയുന്നത് കേട്ടപ്പോ മനസ്സിലായി, ഇവൻ എന്നെ കാണാവുന്ന അവസ്ഥയിലായിട്ടില്ല. പല രോഗസൗഖ്യങ്ങളും തൽക്കാലം വരുമ്പോഴും ആ രോഗസൗഖ്യം മാത്രം കിട്ടിയതിന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സ്റ്റേജ് ഇളക്കി പോകുന്ന നീ ഇതുവരെ ക്രിസ്തു ആരാന്ന് അന്വേഷിച്ചിട്ടില്ലല്ലോ. എന്നാൽ നീ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു സമയം ദൈവഹിതമുണ്ടെങ്കിൽ നടക്കും. ആമേൻ. നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം നിന്നോട് ഇടപെടും. അടുത്ത വാക്യം വായിച്ചേ. അപ്പൊ യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട് ഇവിടെ ശ്രദ്ധിക്കണം, വേറൊന്നും അവിടെ പറയുന്നില്ല. നീ വേറൊന്നും അറിയേണ്ട കാര്യവുമില്ല. അറിയേണ്ട കാര്യമില്ലെന്നുള്ളതല്ല, അവൻ അറിയേണ്ടവനാ, സകലതും അറിയേണ്ടവനാ. എന്നാൽ ഇവനെ സംബന്ധിച്ച് ഇതൊന്നും കേൾക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇല്ല. ചിലർ പറയുന്നുണ്ട്, നമ്മൾ അവരോട് അങ്ങനെയൊന്നും വചനമൊന്നും പറയുക അല്ല വേണ്ട ബ്രദർ, നമ്മളിപ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ എപ്പോഴാ പറയുന്നത്? അവരെ അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് എന്നാൽ അവരാ പഴയ എണ്ണക്കുപ്പിയും സ്തോത്രം പറച്ചിലും പൊട്ടസാക്ഷിയുമായിട്ട് നടക്കുന്നത് കാണാം. 10 വർഷം കഴിഞ്ഞാലും കാണാം.
ഒരടി വെച്ചിട്ടില്ല. ഇവരെ നടത്തുന്നവരുടെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ കാര്യം എങ്ങനെ, അവരങ്ങനെയൊക്കെയാണെന്ന് നീ പറഞ്ഞ് പഠിപ്പിച്ചോ? ഇല്ല. കാര്യം ഈ പഠിപ്പിക്കേണ്ടവൻ അറിയത്തില്ലല്ലോ ഇതെന്നാന്ന്. ഇവൻ അറിയത്തില്ലല്ലോ, രക്ഷകനായ ഇവന് രക്ഷ അറിയത്തില്ല. പിന്നെ ഇവൻ ആരെ രക്ഷിക്കുന്നേ? വായിച്ചേ. അവനോട് നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ശരിയാ വായിച്ച, ഒന്നും കൂടെ വായിച്ചേ. സൗഖ്യമായല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, ചിലരുടെ കാര്യത്തിൽ ചില ഭൗതിക കാര്യം നടത്തിവിടുന്നത് മാത്രമാ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എനിക്ക് ജോലി കിട്ടിയ ഞാൻ പിന്നെ യേശുവിന്റെ നാമത്തിലാ. ഒരു സഹോദരൻ എപ്പോഴും പറഞ്ഞ് വിളിക്കുമായിരുന്നു, ജോലി കിട്ടിയ എനിക്ക് എൻ്റെ സാമ്പത്തിക അവസ്ഥ മാറി, ലക്ഷദ്വീപിലും കണ്ടുപോയി, നല്ലൊരു കമ്പനി ജോലി കിട്ടി, പോയി പിന്നെ പണ്ട് കാട് പറഞ്ഞു കിടന്നിടത്ത് പൂട പോലും പിന്നെ പോയ വഴിക്ക് പോയി. അപ്പൊ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ഉണ്ടെന്ന്. അങ്ങനെയുള്ളവർ ഇപ്പോഴല്ല, അന്നുകൊണ്ട് 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. എനിക്ക് സൗഖ്യം മതി കർത്താവേ, കൂടുതൽ സ്തോത്രം പറയാനും ബൈബിള് ബുക്കി പിടിക്കാൻ എനിക്ക് വലിയ കുടുംബമാണ്. ഉണ്ടടാ, നിനക്ക് കുടുംബമുണ്ട്. നീ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് 38 വർഷമാ. അങ്ങനെ കിടന്നവൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോഴും വായിൽ അഹങ്കാരത്തിന്റെ വാക്യങ്ങളാണ്. അങ്ങനെയുള്ളവനോട് കർത്താവിന് ഒന്നേ പറയാനുള്ളൂ. എന്താ ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നീയേ നല്ലവനാണെന്നല്ല പറയും, നീ കേട്ടവൻ തന്നെയാണ്. നീ അധികം തിന്മയായത് നിനക്ക് ഭാവിക്കാതിരിക്കുവാൻ. അപ്പോ അവന്റെ രോഗവിഷയവും ശരീരത്തിന്റെ വിഷയവും മാത്രമാക്കി അവനെ അങ്ങ് കറുത്ത ഒതുക്കി. എന്താ നിനക്ക് അധികം തിന്മയായിട്ട് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ പാപം ചെയ്താൽ ഒരുവൻ കൂടുതൽ പാപം ചെയ്ത് അവന്റെ ആയുസ്സിൽ തന്നെ അവൻ കിടന്നു പോകുമോ? പോകും അല്ലേ? അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അപ്പുറത്ത് ശിഷ്യന്മാര് കർത്താവിന്റെ ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാ പാപം ചെയ്ത, ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ? ചോദ്യം നിസാരമാണോ? അല്ല, കാര്യം ഉണ്ടായിട്ടാ ചോദിച്ചത്. കാരണം അപ്പനും അമ്മയും പാപത്തിൽ ജീവിച്ചാൽ, പാപ സ്വഭാവത്തിൽ ക്രൂര സ്വഭാവത്തിൽ ജീവിച്ചാൽ അവരുടെ മക്കളെ ദൈവം സന്ദർശിക്കും. അല്ല, പോട്ടൊന്നും വെക്കത്തില്ല ദൈവം. ഈ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയും, ഈ ദൈവം സകല ജഡത്തിനും കർത്താവാണ്. മനസ്സിലാവുന്നുണ്ടോ? സകല ജഡത്തിനും കർത്താവാണ്. കർത്താവിനെ അറിയാതെ ജീവിച്ചവനും മരിച്ചാൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടാണെന്ന് ഓർക്കണം. ചെയ്ത ശരീരത്തിൽ നിന്ന് ചെയ്തതിനൊക്കെ അവൻ ശിക്ഷ സ്വത്രം അവന്റെ മേലെ എന്താ ഇവിടെ പോലീസ് ഭാഷ പറഞ്ഞ ചാർജ് ഷീറ്റ് വായിച്ചു കേൾപ്പിച്ച് അവനെ അങ്ങോട്ട് വിടും, അവൻ നരകത്തിലേക്ക് വിടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് വായിച്ച് കേൾപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ഭൂമിയിൽ ചില അവസരങ്ങൾ ഒരുക്കുന്നതാണ്. ഇങ്ങനെ ക്രമീകരണമില്ലാത്ത രോഗങ്ങൾ, ക്രമീകരണമില്ലാത്ത കഷ്ടങ്ങൾ ഭൂമിയിൽ രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ സന്ദർശനത്തിന് വേണ്ടിയാണ്. എല്ലാവരും ആചാരബാഹുക്കളായി, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യ സ്തോത്രം എന്നാ ദൃഢഗാത്രരായിട്ടല്ലേ, അങ്ങനെയല്ല ഭാഷ, അങ്ങനെ ആയിട്ടുള്ളവരൊക്കെ ഇരുന്നാൽ കർത്താവിനെ അന്വേഷിക്കുവോ? എവിടെ അന്വേഷിക്കാൻ? അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും. മാറാത്ത രോഗങ്ങൾ തലമുറയുടെ മേൽ ദൈവം അയക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? നിന്റെ തലമുറയിൽ നിന്റെ സന്തതി നിമിത്തം നീ ദൈവത്തെ അന്വേഷിച്ചോണം. അത് തന്നെയാണ് കാര്യം. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ സൗഖ്യം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തോട് അടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഈ വിഷയം നമുക്ക് സമയമില്ല, എങ്കിലും നമുക്ക് ചിന്തിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ 38 വർഷം കിടന്നവന് സൗഖ്യം വന്നപ്പോൾ കർത്താവ് മാറി, പിന്നീട് അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. കാര്യം എന്താണെന്ന്, 38 വർഷം കിടന്ന ആ മണ്ഡപത്തിൽ വെച്ച് നിന്നോട് സംസാരിക്കണ്ട, ഏതാണ്ട് നിന്റെ വിശ്വാസത്തിന്റെ തലമാകുന്ന എവിടെയാ സിനഗോഗി വെച്ച് നമുക്ക് നീ കാണാം. ഏതാണ്ട് നീ ഒന്ന് വിശദീകരിച്ചിട്ടല്ലേ അങ്ങോട്ട് വരത്തുള്ളൂ, അല്ലേ? സൗഖ്യം വന്ന നീ ഏതാണ്ട് രാവിലെ കർത്താവെ ഞാൻ പള്ളിയിൽ പോവുക, കർത്താവെ കാക്കണം, ഇത്രയെങ്കിലും വായിൽ പ്രാർത്ഥിച്ചിട്ടല്ലേ നീ സിനഗോഗിലേക്ക് വരുന്നേ?
അവിടെ വെച്ച് ആ വിശുദ്ധിയിൽ വെച്ച് നിന്നോട് സംസാരിക്കുക. ആ വിശുദ്ധിയിൽ വെച്ച് നിന്നോട് സംസാരിക്കുന്ന നിന്റെ ഗുണത്തിനല്ല, അവിടെ വാണിംഗ് ആണ് വരുന്നത്. എന്താണ് വാണിംഗ്? എന്താണ് വരുന്ന വാണിംഗ്? ഇതാണ് സ്തോത്രം, നീ ഇനി അധിക തിന്മയായി നീ ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിട്ട് ഇത് കേൾക്കാനാണ് കർത്താവേ, നിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നീ ഇത് കേട്ടാ മതി, നിന്റെ കുടുംബത്തിന്റെ സ്വഭാവം അനുസരിച്ച് നീ ഇത് കേട്ടാ മതി. അതല്ലേ അതിനർത്ഥം? അതാണ് അതിനർത്ഥം. ഹല്ലേലൂയ. 9-ാം അധ്യായം എടുത്ത് വായിച്ചേ, വേഗം നമുക്ക് തീർക്കണം. ഹല്ലേലൂയ. പിറവിയിലെ കുരുടൻ. ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആര് പാപം ചെയ്തു? അപ്പൊ പുറകില് ഞാൻ പറയാം, ഈ 38 വർഷം കിടന്നവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ പാപം ചെയ്താൽ സ്തോത്രം തളർന്നു പോകും, തകർന്നു പോകും, തലമുറ നശിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സംശയം വേണ്ട, തലമുറ നശിച്ചിരിക്കും. പാപത്തിലാണ് തുടരുന്നിട്ട് സ്തോത്രം പാപത്തിലാണ് തുടരുന്നതെങ്കിൽ തീർച്ചയായും തലമുറ ദൈവം സന്തോഷിച്ചിരിക്കും, ഒഴിവില്ല. അപ്പോൾ ഇത് ശിഷ്യന്മാർക്കറിയാം. അതുകൊണ്ടാണ് പിറവിയിലെ കുരുടനായവൻ അവിടെ വന്നപ്പോൾ ചോദിക്കുന്നത്, ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവന്റെ ഈ കണ്ണിങ്ങനെ ഇതായിപ്പോയത്? വായിച്ചേ. അതിന് യേശു അവനെങ്കിലും ഇവിടെ ശ്രദ്ധിക്കണം, 38 വർഷം കിടന്നവന്റെ വിഷയത്തിൽ ഇടപെട്ടതുപോലെയല്ല ഈ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്നത്. കർത്താവിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ട് ഇവിടെ. മനസ്സിലാക്കിയോ? നിങ്ങൾ ശ്രദ്ധിച്ചത് 38 വർഷം അത്രയും വർഷം കിടക്കുന്നവനാ. ഇത് കണ്ണിന് കാഴ്ചയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവന് അപ്പനും അമ്മയുണ്ട്, മറ്റവന് അപ്പനും അമ്മയോ എന്നുള്ളതായിട്ടൊന്നും പറയുന്നില്ല. ഉണ്ടോ? കൂടപ്പുറപ്പൊന്നും ഉണ്ടായിട്ട് പറയുന്നില്ല. ആരാണ്ടൊക്കെ എന്നെ ഇറക്കാൻ ആരുമില്ലെന്നാ പറഞ്ഞേ. അവൻ കംപ്ലീറ്റ് അനാഥനായിരുന്നു. നമ്മളുടെ ഫോർമാറ്റ് എന്താ? കംപ്ലീറ്റ് അനാഥനായവനോടല്ലേ കൂടുതൽ കരുണ കാണിക്കും. ദൈവത്തിന് അങ്ങനെ ഇല്ലെന്നേ. ദൈവത്തിന് അങ്ങനെയൊന്നും ഇല്ല. ഇതാ എനിക്ക് ദൈവത്തിന്റെ യഥാർത്ഥ വഴി പ്രസംഗിക്കണം. എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, പൂർണ്ണമായി അനാഥനായി കിടക്കുന്നവനോട് അങ്ങനെ ഒരു കരുണ ദൈവത്തിനില്ല. ദൈവത്തിന് കരുണ തോന്നുന്നത് ആരോടാന്നറിയാവോ? സ്തോത്ര പിതാവിന്റെ ആകർഷണമുള്ളവരോടേ ഉള്ളൂ. ഇപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്ന മറ്റ് 38 വർഷം കിടന്നവനോട് പറയുന്ന കാര്യമല്ല. ഇവിടെ ജന്മന കുരുടനായിരിക്കും. അവൻ കുരുടനായോണ്ടാണോ അനുകമ്പ? അല്ല. ഇവൻ അപ്പനും അമ്മ ഇച്ചിരി പ്രായത്തിൽ എളുപ്പമുണ്ട്. ഇതൊന്നുമല്ല കാരണം. ഇവന്റെ വിഷയത്തിൽ ദൈവിക ഇടപെടലുണ്ട്, പിതാവിന്റെ ഇടപെടലുണ്ട്. പിതാവിന്റെ ഇടപെടലിന്റെ വ്യത്യാസം അവിടെ ക്രിസ്തുവോടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ വന്നു ശിഷ്യന്മാരത് പറഞ്ഞു. അടുത്ത വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബീ, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. അതായത് ഞാൻ പറയട്ടെ, ആലങ്കാരികമായിട്ട് കർത്താവ് അത് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയാം, ഇവരുടെ അമ്മയെ അപ്പനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, അവരെവിടെ വരും? സിനഗോഗി വന്നിട്ട് ഇവിടെ പുരോഹിതന്മാർ ചോദിക്കും, ഇവൻ എങ്ങനെ സൗഖ്യം വന്നേ? അപ്പൊ അവര് പറയുന്നുണ്ട്, ഇവന് പ്രായമുണ്ടോ, നിങ്ങളിത് ചോദിച്ചോ? അപ്പോ അവര് എന്ത് സംഭവിച്ചു? അപ്പനും അമ്മയും സിനഗോഗിൽ പോകുന്നുണ്ട്. അവര് യഥാർത്ഥത്തിൽ അവരുടെ യഹൂദ മര്യാദ അനുസരിച്ചുള്ള ഭക്തി അവർക്കുണ്ടായിരുന്നു. അവര് പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ വേണ്ടി പുത്രനെ മാത്രമേ തള്ളി പറഞ്ഞുള്ളൂ. അവരപ്പോഴും ആ മതത്തിൽ നിൽക്കാനായിട്ട് മടി കാണിച്ചില്ല. അപ്പ പച്ചയ്ക്ക് പറഞ്ഞ ന്യായപ്രമാണം ഏതാണ്ടൊക്കെ അനുസരിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മകൻ തന്നെ ഇത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറയുന്നത്, ഇവന്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടല്ല. അപ്പൊ അങ്ങനെ പറയുന്നത് ആലങ്കാരികമല്ലേ? അല്ല. കാരണം 38 വർഷം കിടന്നവനോട് പറയുന്നുണ്ട്, നീ ഇനി അധികം തിന്മയായിട്ട് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാപത്തെ കുറിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആലങ്കാരികമല്ല. ഒരുവൻ പാപം ചെയ്തോ, അവന്റെ തലമുറ പാപം ചെയ്തോ, പൂർവികൾ പാപം ചെയ്തോ വിഷയത്തിനെ കുറിച്ച് പറയുന്നത് ആലങ്കാരികമായിട്ടല്ല, അത് അക്ഷരികമാണ്, സത്യമാണ്. വായിച്ചേ. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി ഉപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ
അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ആ. ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് ആ. അവനോട് പറഞ്ഞു. ആ. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അത് കണ്ണിന്മേൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, പോക്, ശീലോഹാമിൽ പോയി കഴുക. ശീലോഹാമിനോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ പേര് അയക്കപ്പെട്ടവെന്നാണ്. അപ്പോൾ ഞാൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെല്ലാം ശീലോഹാമിൽ സൗഖ്യമാകണം. മനസ്സിലാവുന്നുണ്ടോ? ശീലോഹാമിൽ സൗഖ്യമാകണം. അതുകൊണ്ട് ശീലോഹാമിന് പേരിട്ടു അയക്കപ്പെട്ടവൻ. അപ്പോൾ അയക്കപ്പെട്ടവനാകുന്ന പുത്രൻ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്ത് ശീലോഹാമിലേക്ക് അയച്ചാൽ അയക്കപ്പെട്ടു എന്ന് അർത്ഥമുള്ള ശീലോഹാമിൽ നിന്ന് അവൻ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കണം. അവൻ സൗഖ്യമായി അവിടുന്ന് അയക്കപ്പെടണം. മനസ്സിലായി? രോഗിയായി അയക്കപ്പെടുന്നവൻ ശീലോഹാമിൽ സൗഖ്യം വന്ന് സൗഖ്യമുള്ളവനായി വീണ്ടും അയക്കപ്പെടണം. പക്ഷെ അവിടെ എല്ലാവരും ചെന്ന് കണ്ണ് കഴിയിട്ട് കാര്യമില്ല. കണ്ണിന് സിമെന്റ് തേച്ചിട്ട് പോയി കഴിയിട്ടും കാര്യമില്ല. നിന്നെ സിമെന്റ് തേക്കണോ മണ്ണ് തേക്കണോ എന്നുള്ളത് ദൈവം അവിടെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കർത്താവിനെ കൂടാതെ നീ എന്തു ചെയ്താലും ശീലോഹാമിൽ പോയി കഴിയിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ! രക്ഷിക്കപ്പെടണം, വീണ്ടും ജനനം പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ മകനെ നീ അയക്കപ്പെട്ടവനായി തീരും. അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടവരല്ലേ? അല്ലേ? അയക്കപ്പെട്ടവരായി തീരും. വായിച്ചേ. ഇവിടെ ഇത് പറയുമ്പോ എന്നോട് ഇടപെട്ട ഒരു വിഷയം എന്നാണെന്നറിയോ? അത് പറയാനാണ് ഞാൻ പോന്നേ. 9 അധ്യായം നമ്മൾ വായിച്ച് ഇത് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് സൗഖ്യമായി. ഹല്ലേലൂയ! സ്തോത്രം. അവിടെ പിന്നീട് ഒരു വലിയ സ്തോത്രം, അവിടെ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. അല്ലേ? ചർച്ച നടക്കുകയാണ്. ഈ 38 വർഷം കിടന്നവന്റെ സ്വഭാവവും ഈ ജന്മനാ ഉരുടനായി ഇന്ന് സൗഖ്യം വന്നവന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവം എങ്ങനെയാ ആ വിധത്തിൽ തന്നെ ദൈവം നമ്മളോട് ഇടപെടുന്നു കേട്ടോ. നമ്മുടെ സ്വഭാവത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്നാലൊന്നും ദൈവം നമ്മളോട് നമ്മുടെ സ്വഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ജന്മനാ കുരുടനായിരുന്നവൻ സൗഖ്യം വന്നു അല്ലേ? ഇനി സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ സൗഖ്യം ഒരു തർക്ക വിഷയമാകുക. മനസ്സിലാക്കണം, മറ്റു 38 വർഷം കടന്നവന്റെയും സൗഖ്യം തർക്കമായി. പക്ഷെ ഇവന് ദൈവത്തെ അന്വേഷിക്കാൻ, ഇവ പാവനിമിത്തം കടന്നുപോയവനാ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവന്റെ അപ്പനോ അമ്മയോ പാവം ചെയ്ത് ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാ. അപ്പോൾ പുത്രൻ നോക്കുന്നത് എന്താണെന്നറിയാവോ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് ഇവനെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ അത് വെളിപ്പെട്ടു വരണം. നാനും നിങ്ങളും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിഞ്ഞു വരും. അത് മൂടിയൊന്നും ഇരിക്കില്ല, അത് വെളിപ്പെട്ട് തന്നെ വരും. എങ്ങനെ വെളിപ്പെട്ട് വരും? എങ്ങനെ വെളിപ്പെട്ട് വരും? ഹല്ലേലൂയ! സ്തോത്രം. അവിടെ ഒരു സംസാരത്തിലേക്ക് സ്തോത്രം അവിടെ വരും. ഹല്ലേലൂയ! അതിന്റെ 15 മുതൽ ഒന്ന് വായിച്ചേ. അതിന്റെ 14 മുതൽ വായിച്ചോ. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേർന്ന് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അവരിൽ പ്രാപിച്ച അറിവ് വെച്ച് സൗഖ്യം വന്നവനെ ചോദ്യം ചെയ്യുമ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ പുറത്തു വരും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ പുറത്തു വരും. യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻഡ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ശബത്താണ്, ന്യായപ്രമാണം. ശബത്ത് ഒരു വലിയ വിഷയം അല്ലേ? ശബത്ത് വെച്ചാണ് ഈ കുരുടനെ ഇപ്പോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും ചോദ്യങ്ങളല്ല, അവനിലെ ദൈവിക തിരഞ്ഞെടുപ്പ് പുറത്തു വരണം. എങ്ങനെയാ വരുന്നത്? അത് ഞാൻ പറയാം. വായിച്ചേ. ചേർന്ന് തേച്ചു പറഞ്ഞു. ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. ചിലർ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു കൂട്ടർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവര് പാപിയായ മനുഷ്യന് അടയാളങ്ങളെ ചെയ്യാൻ എങ്ങനെ കഴിയും? പാപി അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് കുരുടൻ ഇവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് കാര്യമുണ്ടോ?
മറ്റൊരു സ്തോത്രം ശബത്ത് ആചരിച്ചിട്ടില്ല, അതുകൊണ്ട് അവര് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നതല്ലെന്ന് പറഞ്ഞ് അവരോട് എതിർത്തിട്ട് കാര്യം. ഇതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. വിളിക്കപ്പെട്ടവൻ പുറത്തു വരുവാൻ ദൈവവനെ ക്രമീകരിക്കുന്ന വിധവ കാണുന്നു. ഇവനൊരു നിലപാടുണ്ടാകണം. വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും നിലപാടുണ്ടാകാണ് ആദ്യം വേണ്ടത്. അതിനാണ് പുറമേ ഉള്ളതെല്ലാം നമുക്ക് പ്രതികൂലമാകും. ഈ പ്രതികൂലം വല്ലതും 38 വർഷം കിടന്നവന്റെ ജീവിതത്തിൽ വന്നാൽ എന്താവും? രണ്ടുപേരും ഉറപ്പിച്ച് 2-3 ചോദ്യം ചോദിച്ച് അവനെ കഷ്ടപ്പെടുത്തി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവൻ പഴയതുപോലെ വേണം കയറി കിടക്കും കട്ടിലേല്, അല്ലേ? ആളല്ലേ പഴയ കളക്ഷനൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ കിടക്കാൻ. രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് നടുവൊക്കെ നിവർത്തി പിന്നെ വെള്ളം കഴിച്ചിട്ട് വീണ്ടും രാത്രി കിടക്കാൻ. രാവിലെ ഒരു 6 മണി മുമ്പ് ആകുമ്പോൾ വീണ്ടും കയറി കിടക്കാം, അല്ലേ? കളക്ഷന് വേണ്ടി കിടക്കുന്നവന്മാരുണ്ട്. അങ്ങനത്തെ വലിയ കൊടിയ കള്ളന്മാരൊക്കെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇത് അതൊന്നുമല്ല വിഷയം. ഈ പിറവിയിലെ കുരുടനായവനെ സംബന്ധിച്ച് അവന്റെ കണ്ണിപ്പോ കാണുന്നുണ്ട്. അവൻ ഈ ലോകത്തെ കണ്ടിട്ട് ആശ്ചര്യമാകുക. അവൻ അന്ധകാരത്തിൽ ഇരുന്നപ്പോൾ അനുഭവിച്ച സന്തോഷം ഇവന് കാഴ്ച കിട്ടിയപ്പോൾ നഷ്ടമായി, അല്ലേ? അവൻ അന്ധകാരത്തിൽ ഇരുന്നപ്പോൾ അനുഭവിച്ചൊരു സുഖവും സമാധാനം ഉണ്ട്. ആര് കാണണ്ടല്ലോ. എൻ്റെ ശരീരവും എൻ്റെ ഈ ലോകം എന്നാന്ന് ഞാൻ കാണാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ദൈവം ഒരുവന്റെ കണ്ണു തുറക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ആ വെളിച്ചത്തെ നീ കണ്ടു കഴിയുമ്പോൾ, പഴയ ഇരുട്ടിനേക്കാളും ഇന്ന് നീ വെളിച്ചം കാണുമ്പോൾ, ആ ലോകത്തെക്കാളും ഈ ലോകത്തിൽ ഞാൻ തരുന്ന സമാധാനം പിന്നെ അവന് നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായി? കണ്ണു തുറന്നവന് ഇനി ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടെങ്കിലേ കണ്ണു തുറന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് കർത്താവില്ലാതെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? കർത്താവിനെ കൂടാതെ ജീവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയത്തില്ല. വായിച്ചേ. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ഈ 38 വർഷം കിടന്നവന്റെ വായിൽ തന്നെ പറഞ്ഞു, ഞാൻ ആരാ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം പറഞ്ഞത് എന്താണ്? രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് പറയാൻ സ്നാനപ്പെട്ട നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 38 വർഷം കിടന്നവന്റെ കൂടെയാണോ പിറവി കൂടെയാണോ എന്നുള്ളത് ഇന്ന് ചിന്തിച്ചോണം. മനസ്സിലായോ? വ്യക്തിപരമായിട്ട് ഞാൻ പറയാ, ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് വരുന്ന ആൻസർ കേൾക്കാൻ സ്വർഗം കാതോർക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണത്. വായിച്ചേ. അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. അടുത്തത്, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവനെ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കുവിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ രക്ഷിക്കപ്പെടാത്തവർ അല്ലെ വിളിയില്ലാത്തവർ നിന്റെ രക്തബന്ധങ്ങളാണെങ്കിലും കൃപ നിന്നിലേ ഉള്ളൂ. രക്തബന്ധം കൊണ്ടൊന്നും കാര്യമില്ല. അവരവസാനം ഒഴിയും. മനസ്സിലായോ? ഇല്ലാതെയാണ് കൂടെ ഈ വിഷയത്തോട് കൈവെക്കാൻ വന്ന അവര് നിക്കത്തില്ല. ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ നിക്കത്തില്ല. 1 മിനിറ്റ് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം പറയാനുള്ള സാധനമൊന്നും അകത്തില്ല. മനസ്സിലാക്കണം. അനുഭവിക്കുന്നവനാണ് കർത്താവിന്റെ കൃപ അറിയത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ ഈ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ സമൂഹം എതിരായി, ഞാൻ വിശ്വസിച്ച മതം എതിരായി, ഇപ്പോൾ അപ്പനും അമ്മയും എതിരായി. ഇതാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണോ നിന്റെ രക്തബന്ധങ്ങളെല്ലാം നിന്നോട് ഗുഡ് ബൈ പറയും. അടുത്ത് വായിച്ചേ. വേഗം. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പണ്ഡിതഭ്രഷ്ടനാകണം
എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിക്കും. അതായത് ക്രിസ്തു ദൈവപുത്രനാണെന്ന് ആരെങ്കിലും പറഞ്ഞ അവനെ പള്ളിവർഷനാക്കണം. ആരെങ്കിലും പെന്തക്കോസ്തിൽ പോയി സ്നാനപ്പെട്ടു സുവിശേഷവേല എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ മിണ്ടുവോ അവരോട് ഒരു ഇടപാടും പാടില്ല. ഇത് അനുഭവിക്കാൻ റെഡിയാണോ? ഇത് അനുഭവിക്കാൻ റെഡിയാണോ? ഇതാണ് ചോദ്യം. ഇത് നമ്മൾ ആരും വരുത്തണം. ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയട്ടെ, ഇപ്പൊ കുരുടനെ ഈ പറഞ്ഞ സൗഖ്യം കിട്ടിയവനുണ്ടല്ലോ, ഇവൻ ചെന്നിട്ട് എല്ലാവരും പറയും അങ്ങനെ അച്ഛാ അങ്ങനെ ഒന്നും പറയണമെന്നേ, നമ്മൾ ഒന്നാന്നേ ഞാൻ സൗഖ്യം കിട്ടിയെന്ന് പറയാം. അത് പറ്റില്ല. അവൻ ക്രിസ്തുവാണോ? ക്രിസ്തുവാ, അന്ന് ഇറങ്ങിക്കോളാൻ പറയും. നമ്മൾ പലപ്പോഴും മുറിച്ച് കാര്യം പറയാത്തത് കൊണ്ടാണ് നിന്നെ ഇറക്കി വിടാത്തത്. പലരും ഇവിടെയാണ് അടവ് കാണിക്കുന്നത്, ശ്രദ്ധിക്കണേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നെ വിളിച്ചതാണോ? നിന്റെ വായിന്ന് തന്നെ അവൻ ദൈവപുത്രനാന്ന് പറഞ്ഞിരിക്കും. ഇത് യഹൂദന്മാരുടെ ഇടയിൽ കുരുടനായവൻ ഇവൻ ദൈവപുത്രനാന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങൾ CSIക്കാരല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട ബന്ധക്കോസുകാരൻ, ഞാൻ പഴയ പാട്ടും കുറ്റിയും പള്ളിയൊന്നുമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് ഇത് പറയുന്നു. അപ്പൊ നീ ഞങ്ങളെ പോലുള്ള അല്ല, ഞാൻ നിന്നെ പോലെ അല്ല. അത് മുറിച്ചു പറയുമ്പോൾ ഇനി അവനുമായിട്ട് ഒരു പരിപാടി ഏൽപ്പിച്ചേക്കേണ്ട, കുടുംബത്തിൽ ഒരു കാര്യത്തിനും വിളിക്കേണ്ട, അവർ തന്നെ അങ്ങ് നിന്നാ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത് വന്നാലാണ് നീ ട്രാക്കിലാവുള്ളൂ. ഇത് സംഭവിക്കണം. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അല്ലാതെ അവരുടെ എല്ലാം കൂടെ അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയില്ല, നമ്മളല്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ വരാം ഇവിടെ. അതല്ല ശ്രദ്ധിച്ച് വായിച്ചേ. കഴിഞ്ഞ ദിവസം ഏം ഷാമോന്റെ ദൈവദാസം തുറന്നു വായിക്കണം. ഏം ഷാമോന്റെ ദൈവദാസം പറഞ്ഞ പോലെ പലരും ചെയ്യുന്ന രക്ഷയിലേക്ക് വരുമ്പോ എന്താ, നിന്നെ കാട്ടൊലിവായ നിന്നെ അവന്റെ കൊമ്പുകളെ മുറിച്ച് നല്ല മരത്തോട് ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്. മുറിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇന്നെന്ത് ചെയ്യുന്ന ഇന്നത്തെ പല പ്രസംഗങ്ങളും പല പ്രസ്ഥാനങ്ങളും പ്രോസ്പെരിറ്റിയും എല്ലാം പ്രസംഗിക്കുന്നവരെന്നാ ഇപ്പൊ അങ്ങോട്ട് കൊമ്പ് മുറിക്കാൻ കയറുന്നവൻ എന്നായെന്നറിയോ പറയുന്നത്? അങ്ങോട്ട് കൊമ്പ് മുറിക്കാൻ കയറുന്ന എങ്ങനെ? രോഗസൗഖ്യവും പ്രാർത്ഥിച്ച എണ്ണ എല്ലാം കൊണ്ടാണ് എങ്ങോട്ട് കയറുന്നത്? മരത്തേലേക്ക് വലിഞ്ഞ് കയറുന്നത്. അപ്പൊ സാത്താൻ തന്നെ കൊണ്ടുവന്ന് വേണ്ടി വെച്ച് തരും, മോനെ നീ കയറി വെച്ചോളാം. എന്നിട്ട് എന്നാ അതിന്റെ മോളിൽ കയറി ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു കൊടി വെച്ചാ മതി. മനസ്സിലായോ? ഇതൊന്നും നടക്കൊന്നുമില്ല. ഞങ്ങൾ സമുദായം വിട്ടവരാണ്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. പാപികളാകുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പൊ ഞങ്ങൾ പാപികളാണോ? അതെ. റെഡിയാണോ പറയാൻ? പാപികളാണോ? അതെ. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാണോ? അതെ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവർ, ഞങ്ങളിൽ പാപമില്ല, ഞങ്ങൾ കഴുകപ്പെട്ടു. അങ്ങനെ വരുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നാനപ്പെട്ടോ? ഇല്ല. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ദൈവമക്കളല്ലെന്ന്. ഇത് പറയുമ്പോഴാണ് വേർപാട് വരുന്നത്. ആ വേർപാട് വന്ന് അതിന്റെ കറക്റ്റ് ട്രാക്കിനെന്ന് പറയാം. അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. അല്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിയും സംസാരവും എന്നാ കൊണ്ടോ തങ്കച്ചാന്നുള്ള ചോദ്യമൊന്നും അവിടെ ഇല്ല. കാര്യം പള്ളി ഭ്രഷ്ടനായോ എങ്കിലാണ് ട്രാക്കിൽ വരത്തുള്ളൂ. വായിച്ചേ. അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിക്കുകയും എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ 27 വായിക്കാം. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നത് എന്താ? നിങ്ങൾക്ക് അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നേ? പുരോഹിതന്മാരോട് ചോദിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. നമ്മൾ നിന്ന പശ്ചാത്തലത്തിൽ നിന്ന മഹാന്മാരോടൊക്കെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ റെഡിയാകണം. 38 വർഷം വന്നവനോട് ഈ ചോദ്യം, അവൻ വേറെ വിഷയത്തിൽ കടന്നുപോയതാ, പാപമായിരുന്നു വിഷയം. ഇതങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാ. അവൻ ആ വിളിയുടെ പദ്ധതിയിലേക്ക് വന്നപ്പോൾ കണ്ട ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുകയാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് ഞാനും നിങ്ങളുമെങ്കിൽ തീർച്ചയാ നമ്മുടെ മുമ്പിൽ ദൈവം ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ മൗനമായിരിക്കുന്നതല്ല. അപ്പോൾ അവൻ അവനെ ശകാരിച്ചു. ശ്രദ്ധിക്കണം, അതിന്റെ 17-28. അപ്പോൾ അവർ അവനെ
ശകാരിച്ചു. പ്രത്യക്ഷമായ ഭിന്നത വെളിപ്പെട്ടു. അതുവരെയും ഞാൻ പറയാം, ഇവൻ ഞായറാഴ്ച, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഞായറാഴ്ച പള്ളി വരുമ്പോഴത്തേനും ഒന്ന് കയ്യെ പിടിച്ച് ആ കണ്ണ് കാണാത്ത സഹോദരൻ അവനൊന്ന് കൈ പിടിച്ചുകൊണ്ട് പോ, ഇവിടെ ചെറുപ്പത്തിൽ സാരമില്ല, അവനെ അങ്ങനെ ദയയും കരുണയും കാണും. ഇവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്നപ്പോഴാണ് എല്ലാവർക്കും ഇവനോട് വൈരാഗ്യമായത്. മനസ്സിലാക്കണം, പ്രത്യക്ഷമായ വിരോധം അവിടെ വെളിപ്പെട്ടു. അപ്പോൾ അവർ അവനെ ശകാരിച്ച്, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ഇവിടെ ഞങ്ങളും നിങ്ങളൊന്ന് വരണം. ഇന്ന് പറയുന്നതിനെ മനസ്സിലാക്കണം, ഇവിടെ എല്ലാവരുടെ കൂട്ടുകെട്ടരുത്, ഞങ്ങള് വേറെ നിങ്ങൾ വേറെ. അത് തെറ്റാണോ? ഒരു തെറ്റല്ല. ദൈവജനം അങ്ങനെ, ഇത് കർത്താവ് നോക്കുന്നുണ്ട്. നമ്മൾ അവരോട് കൂടെ കൂട്ടുകെട്ടുന്നില്ല എന്ന് നോക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി വില തന്നത് കർത്താവ് നോക്കുന്നുണ്ട്. നമുക്ക് വില തന്നുകൊണ്ടല്ലേ നമ്മളെ വീണ്ടെടുത്തത്. നമുക്ക് വില കൊടുത്ത് നമ്മളെ രക്ഷിക്കുമ്പോൾ നമുക്കിപ്പോഴും വിലയില്ലാത്ത ജീവിതം നയിച്ചാൽ എങ്ങനെ ശരിയാവും? അവിടെ ഞങ്ങളും നിങ്ങളുമായിട്ട് വ്യത്യാസം വന്നു. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായി. ഇത് ദൈവം നോക്കുന്നത് തന്നെയാണ്. അപ്പൊ അവർ ഞങ്ങളോട് എതിർക്കില്ലേ? എതിർക്കണം. ഇവനോട് എതിർപ്പ് ഇവൻ അനുഭവിച്ചില്ലേ? ഇവൻ ജന്മിച്ചപ്പോ മുതൽ കണ്ടിട്ടില്ലേ ഈ ലോകം, കേട്ടിട്ടേ ഉള്ളൂ. ഇവനോട് ആ കരുണ പോലും തോന്നാതെ അവൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ഇവ പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടുമ്പുറത്ത് ഭാഷ പറഞ്ഞ് ഞങ്ങളുടെ ഉപ്പും ചോറും നിന്നോണ്ട് നടന്നവൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ അല്ലേ? ഹല്ലേലൂയ. ചിലതൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാണെന്ന് ഒരു മടിയും കാണിച്ചേക്കരുത്. അടുത്ത് വായിച്ചേ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ ഇവനോട് എവിടെ നിന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ കരത്താൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ശ്രദ്ധിക്കണം. ആ മനുഷ്യൻ അവനോട്, എന്റെ കണ്ണു തുറന്നിട്ട് അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. ശ്രദ്ധിക്കണം. കാരണം എന്നാ, ഞാൻ കണ്ണു കാണാത്തവനാ ഇത്രയും നാളും ജീവിച്ചു. എന്റെ കണ്ണിന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് അവൻ ആരാണെന്ന് ഈ മോശയുടെ പ്രമാണമുള്ള പുരോഹിതന്മാരെ നിങ്ങൾ അന്വേഷിക്കാത്തത് എന്താ? മനസ്സിലായോ? ഇങ്ങനെ ഒരു മാർഗം ഭൂമിയിൽ ഇരുന്നിട്ട് ഇന്ന് പൗരോഹിത്യവും പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന നിങ്ങളത് വിടാതെ, രക്ഷിക്കപ്പെടാതെ ഇന്ന് ഈ വേഷവും കെട്ടി കുരിശും പിടിച്ച് നടക്കുന്നതെന്നാന്ന് ചോദിക്കാനുള്ള കൃപയുണ്ടായിരുന്നു. അതാ വിളിക്കപ്പെട്ടവനിൽ ദൈവം പകർന്ന കൃപ. ഇത് തെളിഞ്ഞു വരികയാണ്. ഇത് കർത്താവത്ത് കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കുക, സ്വർഗം സന്തോഷിക്കുകയാണ്. മനസ്സിൽ നിങ്ങൾ ഇത് അന്വേഷിക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കണം. അടി കൊള്ളേണ്ടി വന്നാലും ചോദ്യങ്ങൾ ഉന്നയിക്കണം. അടുത്തത്, ഈ പുരോഹിതന്മാരുമായിട്ട് ഒരു സെറ്റപ്പും പാടില്ല കേട്ടോ. പുരോഹിതന്മാരുമായിട്ട് ഒരു വിധത്തിലുള്ള ഇടപാടും പാടില്ല. അത് ഞങ്ങളും നിങ്ങളും തമ്മിലായിട്ട് നിൽക്കാൻ പാടുള്ളൂ. ആമേൻ. വായിച്ചേ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കണ്ടോ, അവിടെ വായിക്കുന്നത്, അവിടെ 30 ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്ത ആശ്ചര്യം. അടുത്ത കണ്ടോ, അവൻ തന്നെയാ അടുത്ത വാക്യം നോക്കി. അവന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്കും അവന്റെ മർത്യമായ കണ്ണല്ല, അവന്റെ ആത്മകണ്ണും കൂടെ ദൈവം തുറന്നു അല്ലേ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇതിനെ എപ്പോഴാ അറിഞ്ഞേ കാര്യം? അപ്പോൾ പറയുന്ന പുരോഹിതന്മാരെല്ലാം പാപികളായിരുന്നു. അതെ. അപ്പൊ എന്റെ അമ്മയപ്പനൊക്കെ അവരെ ഉച്ചോട്ട് ഇറക്കം നടന്നോട്ടെന്നേ. പക്ഷെ എന്റെ കണ്ണിന് കാഴ്ച തന്ന അപ്പനും അമ്മയല്ല, സ്വർഗത്തിന്റെ ദൈവമാണ്. ഇത് പറയാൻ റെഡിയാകണം. ഇവിടെ വ്യവസ്ഥ കൃത്യമാകണം. ഇത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനെ കൊണ്ടത് നടക്കത്തുള്ളൂ. ഒരു പുരോഹിതന്മാരും പൗരോഹിത്യവും രക്ഷിക്കപ്പെടുവാനുള്ള വഴികൾ അവർക്ക് അറിയത്തില്ല. അവരിൽ പരിശുദ്ധാത്മാവില്ല. പിന്നെ എങ്ങനെ നടക്കും? അപ്പൊ ഒരു പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇതിൽ ഇവനെ ഉപദേശന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായത് മുതൽ കേട്ടിട്ടില്ല. അടുത്തത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നു. കണ്ടോ, പുരോഹിതന്മാരുടെ സ്വഭാവം കണ്ടോ? ഇത്രയും ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ പൂർണ്ണം കൊള്ളാത്തവനാക്കുകയാണ്. അപ്പോൾ അവിടെ ശക്തമായ എതിർപ്പ് വരികയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവൻ എത്രയോ, ഈ കുരുടനായ ഈ വ്യക്തി എത്രയോ എഫിഷ്യന്റ് ആണ്. കാര്യം ഇവന്റെ അപ്പന്റെ അമ്മയുടെ അഭിപ്രായം ഒന്നും അവർ കേട്ടില്ല. ഇവന് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നിന്നു. ഇതാണിന്ന് നമ്മളിലും വേണ്ടത്. നമ്മളിൽ വേണ്ട ദൈവകൃപ ഇതാണ്. അല്ലാതെ അവിടെ ഇവിടെ ആടി ഒലങ്ങി നിൽക്കുന്ന ഒന്നും ദൈവത്തിന് ഹിതമുള്ളതല്ല. നമ്മൾ സ്റ്റേണായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകണം.
എന്താണ് ആ വാക്യം പറയുന്നത്? ആ ഭാഗം ശ്രദ്ധിച്ച് അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. അവർ അവനോട്, ആ, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ഇനി അവനുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ നിന്ന പശ്ചാത്തലത്തിലുള്ളവർ നമ്മളുമായിട്ട് തർക്കം ഉണ്ടായി നമ്മളെ പുറത്ത് കളയുന്നത് വരെയും, നമുക്കിനി അങ്ങോട്ട് പോകാൻ മേലെന്ന് വരുന്നത് വരെയും നമ്മൾ ഇതിന്റെ ഇടയിൽ കിടക്കും കേട്ടോ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് ഏത് വിഷയത്തിലാ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് അവരുമായിട്ടുള്ള ക്ലോസപ്പിൽ ഇരിക്കരുത്. ഈ വചനം നമ്മൾ മനസ്സിലാക്കിക്കോണം. അടുത്ത വാക്ക് പുറത്താക്കി കളഞ്ഞു. അടുത്ത് അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടിട്ട് കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കേ, കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ആർക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ദൈവത്തിനുള്ളവർ രക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവരെ ആ കൃപയിലേക്ക് വിടാതെ മറ്റു ചില കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ പലരും കാണാതെ വരികയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽനേരം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ പദ്ധതി എന്നെയും നിന്നെയും വേർതിരിച്ചെടുക്കുന്നതിന്റെ അകത്ത് വളരെ വലിയ പദ്ധതി. പൗലോസ് അത്രത്തോളം കഷ്ടതയിലൂടെ കടന്നുപോയപ്പോഴും തന്റെ ശരീരത്തിന് ശൂലം വന്നു, അല്ലെ, രോഗമായിരുന്നു. അവിടെ എപ്പോഴും എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിന്റെ ബലഹീനതകളില് തികഞ്ഞു വരണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഇവൻ ബലഹീന, ഇവൻ കണ്ണിന്റെ കാഴ്ച കിട്ടിയാൽ എല്ലാം വായെന്ന് വിചാരിച്ച് ഈ വ്യക്തി കണ്ണിന് കാഴ്ച കിട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, സംസാരം കൊണ്ട് പോലും എനിക്ക് ഇവരോട് നിൽക്കുവാൻ കഴിയത്തില്ല, എന്നിൽ വീണ്ടും ബലഹീനതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ദൈവ കൃപയിൽ ആശ്രയിച്ചവന് ദൈവം തന്റെ പരിജ്ഞാനത്തെ കൊടുത്തു. അങ്ങനെ അവൻ പുറത്താക്കപ്പെട്ടു. അങ്ങനെ അവൻ ക്രിസ്തുവിനെ കാണുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഇങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയില്ല. ഇന്ന് പകൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് നമുക്ക്